അവനെ ബുദ്ധിമുട്ടിപ്പിച്ചു. കാരണം അവന്റെ പട്ടിയെ കല്ലെറിഞ്ഞാൽ അവന്റെ മനസ്സ് വേദനിക്കും. പട്ടിയെ കല്ലെറിഞ്ഞിട്ട് പോലും അയൽവാസിയെ ദ്രോഹിക്കരുതെന്ന് പറഞ്ഞ ദീൻ, അതാണ് പ്രവാചകന്റെ ദീൻ. അഷ്റഫുൽ ഖൽഖ് പഠിപ്പിക്കുകയാണ്, ഒരു മരണം സംഭവിച്ചാൽ നിങ്ങൾ ആ വീട്ടിൽ പോവണം, മരിച്ച വീട്ടിൽ പോവണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. യുവാക്കളെ വേണ്ടാത്തതിലേക്ക് കൊണ്ടുപോകാൻ ചില ആളുകളുണ്ട്. ആകർഷണീയമായ മുദ്രാവാക്യങ്ങൾ മുടക്കി, ആകർഷണീയമായ മുദ്രാവാക്യങ്ങളും പോസ്റ്ററുകളും അടിച്ചിറക്കി, ഇതാ സജ്ജരാവുക, ബദരീങ്ങളുടെ ദറജ കിട്ടാൻ ഒരുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞ് വൃത്തികെട്ട പ്രവർത്തനവുമായി, ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിനെ കളങ്കപ്പെടുത്തുമാറുള്ള പ്രവർത്തനവുമായി, തീവ്രവാദവുമായി പോകുന്ന ആളുകൾ. പ്രിയപ്പെട്ട യുവാക്കളെ, ചിന്തിക്കണം, ഇതിൽ ആരാ മാതൃകയുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കേരളത്തിൽ എത്ര മതസംഘടനകളുണ്ട്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുണ്ട്, അതുപോലെ തന്നെ മറുഭാഗത്ത് മറ്റൊരു സമസ്തയുണ്ട്, നദ്വത്തുൽ മുജാഹിദീനുണ്ട്, അതുപോലെ ഒരുപാട് മതസംഘടനകളുണ്ട്. ഏതെങ്കിലും ഒരു മതസംഘടനയുടെ പിന്തുണ ഇവർക്കുണ്ടോ? ഏതെങ്കിലും ഒരു മതസംഘടന, സുന്നിയോ അസുന്നിയോ ആവട്ടെ, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു മതപണ്ഡിത സംഘടനയുടെ പിന്തുണയില്ലാത്ത, ഒരൊറ്റ പണ്ഡിതന്മാരും അംഗീകരിക്കാത്ത, ഒരൊറ്റ പണ്ഡിതന്മാരും സപ്പോർട്ട് ചെയ്യാത്ത എല്ലാ വിഭാഗം പണ്ഡിത സംഘടനകളും നഖശിഖാന്തം എതിർക്കുന്ന പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന യുവാക്കൾ മനസ്സിലാക്കണം, നിങ്ങളെ യുവത്വത്തെ ചൂഷണം ചെയ്യുകയാണ്. നിങ്ങളെ യുവത്വത്തെ വളരെ 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 ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം അവരുടെ ചില താല്പര്യങ്ങൾ രക്ഷിക്കാൻ വേണ്ടി നല്ല നല്ല മുദ്രാവാക്യങ്ങൾ മുഴക്കി, ബദറിന്റെ ചരിത്രം പറഞ്ഞ്, ഉഹദിന്റെ ചരിത്രം പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തലമുതിർന്ന ഒരൊറ്റ പണ്ഡിതനും ഒരൊറ്റ ആളുകളും അംഗീകരിക്കാത്ത പ്രവർത്തനമാണത്. അത് ഇസ്ലാം പൊരുത്തപ്പെടുന്നില്ല. അത് ഈമാൻ തെറ്റി മരിച്ചു പോവാനേ കാരണമാവുകയുള്ളൂ. അത് പ്രവാചകൻ പഠിപ്പിച്ച ദീനിന്റെ പുറത്താണ്. പ്രവാചകൻ പഠിപ്പിച്ചത് അയൽവാസിയുടെ ഒരു പട്ടിയെ കല്ലെടുത്തെറിഞ്ഞാൽ, അയൽവാസിയുടെ മനസ്സ് വേദനിച്ചാൽ നിനക്ക് സ്വർഗമില്ല എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. നോക്കൂ നിങ്ങൾ, ആരെങ്കിലും മോശമായി ഇങ്ങോട്ട് പെരുമാറിയാൽ അതേ നാണയത്തിൽ അങ്ങോട്ട് തിരിച്ചടിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ശൈലിയല്ല. അങ്ങനെയാണെങ്കിൽ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? ബോധമില്ലാത്ത ആളുകൾ, അതുപോലെ തന്നെ വർഗീയത കളിക്കുന്ന ആളുകൾ, വളരെ മോശമായി പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്നറിയാം. അത്തരം ആളുകൾ അവരുടെ വിവരദോഷം കൊണ്ട് എന്തെങ്കിലും ചെയ്താൽ അതേ നാണയത്തിൽ അങ്ങോട്ട് തിരിച്ചടിച്ചാൽ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? ഇസ്ലാമികമായ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കേണ്ട ഘട്ടമാണത്. അവിടെയാണ് ഇസ്ലാമിക സംസ്കാരം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട സമയമാണത്. അത് ഭീരുത്വമല്ല, നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ പഠിപ്പിച്ച ദീനിൽ അതില്ല. അലി ഇബ്നു അബീ ത്വാലിബ് ജീവൻ പണയപ്പെടുത്തി നടത്തിയ യുദ്ധങ്ങൾ അതിന് വേണ്ടിയുള്ളതായിരുന്നില്ല. പ്രവാചകൻ പഠിപ്പിക്കുന്ന ദീൻ എന്താണ്? നമ്മൾ എത്ര കാലം മദ്രസയെ പഠിപ്പിച്ചു? മദ്രസയിൽ നമ്മളെ കൊച്ചു കുട്ടികളെ ചെറുപ്പത്തിലെ പഠിപ്പിക്കുന്ന ചില ഇൽമുകളുണ്ട്. ഒരുപാട് കാലം നമ്മുടെ മദ്രസയിൽ പഠിപ്പിച്ച കിതാബാണ് ഉംദ. അതുപോലെയുള്ള കിതാബുകളിലൊക്കെ പറയുന്ന വിഷയം, ഒരു മരണം സംഭവിച്ചാൽ ആ മരിച്ച വീട്ടിൽ പോവൽ നമുക്ക് സുന്നത്താണ്. ആ മരിച്ച വീട്ടിൽ പോയാൽ നാളെ പരലോകത്ത് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. ഒരു മരിച്ചാൽ ആ വീട്ടിൽ പോവൽ നമ്മുടെ കടമയാണ്. വീട്ടിൽ പോവണമെന്ന് മാത്രമല്ല, അവിടെ ചെന്നുകൊണ്ട് പ്രാർത്ഥന നടത്തണം. ഒരു മുസ്ലിമാണ് മരണപ്പെട്ടതെങ്കിൽ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? അവനെ തഅസിയത്ത് ചെയ്യണം, സമാശ്വസിപ്പിക്കണം. നിങ്ങൾ കണ്ണൂക്കിന് പോവാന്ന് പറയില്ലേ? എന്നല്ലേ പറയല്ലേ? തഅസിയത്ത് എന്നതിന്റെ ഭാഷ അറബി. തഅസിയത്ത് സമാശ്വസിപ്പിക്കാൻ പോവാ, ആശ്വസിപ്പിക്കാൻ പോവാന്ന് അതിന്റെ അർത്ഥം. ഈ സമാശ്വസിപ്പിക്കാൻ പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദിക്റുകളുണ്ട്. അത് പറയൽ സുന്നത്താണ്. ആരെയാണോ നിങ്ങൾ ആശ്വസിപ്പിക്കുന്നത് അവന്റെ കൈ പിടിച്ചിട്ട് പറയണം, അഅലമല്ലാഹു അജ്റക വ അഹ്സന അസാക വ ഗഫറ ലിമയ്യതിക. അത് പഠിച്ചു വെക്കണം. വെറുതെ പോയി ചായ കുടിച്ചിട്ട് വന്നാ പോരാ, മനസ്സിലായില്ലേ? ഇതും കൂടെ പറയണം. അഅലമല്ലാഹു അജ്റക, അഅലമല്ലാഹു അജ്റക, നിന്റെ പ്രതിഫലത്തെ അല്ലാഹു വണ്ണമാക്കി തരട്ടെ. നിന്റെ കുടുംബനാഥൻ മരിച്ചുപോയി, ഉപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, നീ ക്ഷമിക്കുകയാണ്. ആ ക്ഷമയുടെ പ്രതിഫലത്തെ അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. അഅലമല്ലാഹു അജ്റക, നിന്റെ ക്ഷമയുടെ കൂലി അല്ലാഹു വണ്ണമാക്കി തരട്ടെ. വ അഹ്സന അസാക, നിനക്ക് അല്ലാഹു നല്ല ക്ഷമ നൽകട്ടെ. വ ഗഫറ ലിമയ്യതിക, നിന്റെ മയ്യത്തിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കണം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അഅലമല്ലാഹു അജ്റക, നിന്റെ കൂലി അല്ലാഹു വണ്ണമാക്കി തരട്ടെ. വ അഹ്സന അസാക, നിന്റെ ക്ഷമ അല്ലാഹു നന്നാക്കി തരട്ടെ. വ ഗഫറ ലിമയ്യതിക, നിന്റെ മയ്യത്തിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ.
ഇനി അവിടെ ചോദ്യം, ഒരു അമുസ്ലിമാണ് മരിച്ചതെങ്കിലോ, ഒരു അമുസ്ലിം സഹോദരനോ സഹോദരിയോ മരിച്ചാൽ ഇസ്ലാം ഒരു മുസ്ലിമിനോട് കൽപ്പിക്കുന്നു, നീ ആ മരിച്ച വീട്ടിൽ പോകണം, നാളെ പരലോകത്ത് കൂലി കിട്ടും, നിനക്ക് നാളെ പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന സൽക്രമമാണ്. ഒരു അമുസ്ലിം സഹോദരനോ സഹോദരിയോ മരിച്ചാൽ നീ ആ വീട്ടിൽ പോകണം. അങ്ങനത്തെ സ്വഭാവമില്ലെങ്കിൽ അത് നിങ്ങൾ ഉണ്ടാക്കണം. മനുഷ്യനാണ്. വലക്കത് കറംനാ ബനി ആദം, മനുഷ്യ മക്കളെ മുഴുവനും അല്ലാഹ് ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ മുസ്ലിമിന്റെ വീട്ടിൽ പോകണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ദീൻ ഇസ്ലാം മതമല്ലാതെ ലോകത്ത് തിരഞ്ഞാൽ കാണൂല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനല്ലാതെ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനല്ലാതെ ഇത്തരം ഒരു സൗഹൃദം കാണുക സാധ്യമല്ല. അവന്റെ വീട്ടിൽ പോകണം, അമുസ്ലിമിന്റെ വീട്ടിൽ പോകണമെന്ന് മാത്രമല്ല, അവിടെ വെച്ച് പ്രാർത്ഥന നടത്തണമെന്ന് കൽപ്പിക്കപ്പെട്ടവരാണ് നാം. അത്രയേറെ ആത്മബന്ധത്തിലും സ്നേഹത്തിലുമാണ് മറ്റു സമുദായാംഗങ്ങളെ കാണേണ്ടത്. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അതിന്റെ വേർഡ്സുകൾ പോലും ശറഅ് പഠിപ്പിച്ചിട്ടുണ്ട്, അതിന്റെ വചനങ്ങൾ പോലും ശറഅ് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ പ്രാർത്ഥിക്കണം? അഖ്ലഫല്ലാഹു അലൈക വലാ നഖസ അദദക, അഖ്ലഫല്ലാഹു അലൈക, നിന്റെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടു പോയി, അതിനൊരു പകരക്കാരനെ പടച്ച റബ്ബ് നിനക്ക് നൽകട്ടെ. അച്ഛൻ മരിച്ചുപോയി, അച്ഛനിക്കൊരു പകരക്കാരൻ, അച്ഛന്റെ വിടവ് നികത്തുന്ന ഒരു പകരക്കാരനെ ദൈവം നിനക്ക് നൽകട്ടെ. അഖ്ലഫല്ലാഹു അലൈക വലാ നഖസ അദദക, നിന്റെ കുടുംബത്തിന്റെ എണ്ണം ചുരുങ്ങാതിരിക്കട്ടെ, ഇനി അങ്ങനത്തെ മരണം സംഭവിക്കാതിരിക്കട്ടെ എന്നർത്ഥത്തിൽ. രോഗങ്ങളോ മറ്റു പ്രതിസന്ധികളോ വന്ന് നിന്റെ കുടുംബത്തിന്റെ എണ്ണം ചുരുങ്ങാതിരിക്കട്ടെ. നഷ്ടപ്പെട്ട ആൾക്കൊരു പകരക്കാരനെ ദൈവം നിനക്ക് നൽകട്ടെ. അഖ്ലഫല്ലാഹു അലൈക, അല്ലാഹു നിനക്കൊരു പകരക്കാരനെ നൽകട്ടെ. വലാ നഖസ അദദക, നിന്റെ കുടുംബത്തിന്റെ എണ്ണം ചുരുങ്ങാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ ഭാഷയിൽ മുസ്ലിം സഹോദരന്റെ കൈ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നു ഇസ്ലാം. ഇത്ര സുന്ദരമായ മതത്തെയാണ്, ഇത്ര സുന്ദരമായ ആശയത്തെയാണ് ഒരു വിഭാഗം യുവത്വത്തിന്റെ പേരിൽ, യുവത്വത്തിന്റെ പ്രസരിപ്പിന്റെ കാലഘട്ടത്തിൽ ഒരു ചെറിയ ശതമാനമാണെങ്കിലും അവർ കളങ്കപ്പെടുത്താനും വിസ്മൃതിയിലേക്ക് തള്ളാനും ശ്രമിക്കുന്നത് സുന്ദരമായ ആശയങ്ങളെയാണ്. സുന്ദരമായ ആശയങ്ങളാണ്. ഈ ആശയങ്ങൾ കുഴിച്ചു മൂടിക്കൂടാ. അതിനെ വളർത്തിയെടുക്കാൻ, അതിന്റെ കൂടെ നിൽക്കാൻ പ്രിയപ്പെട്ട യുവാക്കളെ തയ്യാറാവണം. സമസ്തയുടെ കൂടെ, ഉലമാവിന്റെ കൂടെ, പണ്ഡിതന്മാരുടെ കൂടെ, അങ്ങനത്തെ ആലിമീങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് സമാധാനത്തിന് വേണ്ടി, സ്വസ്ഥതയുണ്ടാക്കാൻ വേണ്ടി, ഇസ്ലാമിക ആദർശങ്ങൾ നിലനിർത്താൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ എന്തിനു വേണ്ടിയാണോ ശത്രുക്കളെ ഏറുകൊണ്ടത്, അള്ളാഹുവിന്റെ റസൂൽ എന്തിനു വേണ്ടിയാണോ പട്ടിണി കിടന്നത്, അലി ഇബ്നു അബീ ത്വാലിബ് എന്തിനു വേണ്ടിയാണോ യുദ്ധം ചെയ്തത്, ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശങ്ങൾ നിലനിർത്താനാണ്. അതിന്റെ കൂടെ നിൽക്കണം, അതിനു വേണ്ടി പ്രവർത്തിക്കണം. ആ ആദർശങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ ഭീകര പ്രസ്ഥാനമായി ചിത്രീകരിക്കുന്ന വിഭാഗത്തിന്റെ കൂടെ നിന്നാൽ ഈ മഹാന്മാരെ ആത്മാവുകൾ യുവത്വത്തോട് പൊറുക്കുകയില്ല. പടച്ച റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാന്റെ ദീൻ അതാണ്, അള്ളാഹുവിന്റെ ദീന്റെ സ്വഭാവം അതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് നോക്കൂ നിങ്ങൾ, യുവത്വം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയ മഹാൻ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തന്നെയാണ്. എല്ലാ യുദ്ധങ്ങളിലും അലിയുണ്ട്. ബദർ യുദ്ധത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് ഉണ്ട്, ഉഹദ് രണാങ്കണത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് ഉണ്ട്, അതുപോലെ ഹുനൈൻ യുദ്ധത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് ഉണ്ട്, ഖൈബർ യുദ്ധത്തിന്റെ എല്ലാം അലി ഇബ്നു അബീ ത്വാലിബാണ്. എത്രയെത്ര രംഗങ്ങളിൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പടച്ച റബ്ബിന്റെ കൂടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിൽക്കാൻ യുവത്വം ചെലവഴിച്ച മഹാൻ, യുവത്വത്തിന്റെ പ്രസരിപ്പിന്റെ കാലഘട്ടം പടച്ച റബ്ബിന് വേണ്ടി വിനിയോഗിച്ച മഹാൻ. കഴിഞ്ഞില്ല, ഒരു തബൂക്ക് യുദ്ധം നടക്കുമ്പോ അലി ഇബ്നു അബീ ത്വാലിബിനെ നിർബന്ധപൂർവ്വം പ്രവാചകൻ നാട്ടിൽ നിർത്തുകയാണ്. നാട്ടിൽ സംരക്ഷണം ആവശ്യമാണ്. എല്ലാ ചെറുപ്പക്കാരും യുദ്ധത്തിന് പോയാൽ പറ്റില്ല. നാട്ടിൽ കുടുംബത്തെ സംരക്ഷിക്കാൻ, സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നാട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന സംഘത്തെ സംരക്ഷിക്കാൻ കരുത്തനായ ഒരാൾ വേണം. അതിനുവേണ്ടി അലി ഇബ്നു അബീ ത്വാലിബിനെ തബൂക്ക് യുദ്ധം പോകുമ്പോൾ നബി തങ്ങൾ വിളിച്ചു, അള്ളാഹുവിന്റെ റസൂല് വിളിച്ചു. എല്ലാ യുദ്ധത്തിലും പങ്കെടുത്ത അലിയാണ്. സാധാരണ പങ്കെടുക്കലല്ല, യുദ്ധത്തിന്റെ മുൻനിരയിൽ നിന്നിട്ട് വലിയ വലിയ കരുത്തരോടുകൂടെ ചെറിയ പ്രായത്തിൽ പടപെട്ടാനുള്ള സൗഭാഗ്യം. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ തബൂക്ക് യുദ്ധത്തിന് പോകുമ്പോൾ നബി തങ്ങൾ നാട്ടിൽ പ്രതിനിധിയാക്കി.
ആ സമയത്ത് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് ബക്കാ അലിയുൻ അലിയുബ്നു അബീ ത്വാലിബ് പൊട്ടിക്കരഞ്ഞു. അലി എന്നവര് പൊട്ടിക്കരഞ്ഞിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അതുഖല്ലിഫുനി മഅൻ നിസാഇ വസ്സുബിയാൻ, കുട്ടികളോട് കൂടെ പെണ്ണുങ്ങളോട് കൂടെ എന്റെ നാട്ടിൽ നിർത്തുകയാണോ നബിയേ? യുദ്ധത്തിന് പോവാതെ നാട്ടിൽ നിൽക്കുന്നത് സ്ത്രീകളാണ്, പിന്നെ ചെറിയ ചെറിയ മക്കളാണ്. അവരെ കൂടെ സാധുവായ അലിയെ നിർത്തിപ്പോവുകയാണോ നബിയേ? എനിക്ക് തങ്ങളെ കൂടെ യുദ്ധം ചെയ്യാനുള്ള അവസരം നിഷേധിക്കുകയാണോ? നോക്കൂ, നിങ്ങൾ ആഗ്രഹം യുദ്ധത്തിന് പോകാൻ, ശരീരം തന്നെ അല്ലാഹുവിന് സമർപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ആ തബൂക്ക് യുദ്ധത്തിൽ കൊണ്ടുപോവാതെ വന്നപ്പോ കരഞ്ഞു. അലി റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു. നബിക്കും സങ്കടമായി. എല്ലാ യുദ്ധത്തിലും പ്രവാചകന്റെ ഇടത്തും വലത്തും നടന്ന മഹാൻ, ആ മഹാനെ കൊണ്ടുപോവാതെ വന്നപ്പോൾ നബിക്കും സങ്കടമായി. പക്ഷേ നബി തീരുമാനിച്ചു കഴിഞ്ഞു, അലി എന്നവരുടെ സാന്നിധ്യം നാട്ടിൽ ആവശ്യമാണ്. അതുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, അമാ തർലാ അൻ തകൂന മിന്നി ബിമൻസിലതി ഹാറൂന മിൻ മൂസാ ഇല്ലാ അന്നഹു ലാ നബിയ ബഅദി. യുദ്ധത്തിന് കൊണ്ടുപോവാത്ത സന്ദർഭത്തിൽ കരഞ്ഞപ്പോ പ്രവാചകൻ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, അമാതർലാ, അലിയെ നീ ഇഷ്ടപ്പെടുന്നില്ലയോ? അന്തകൂന ബിന്നി ബിമൻസിലതി ഹാറൂന മിൻ മൂസാ, മൂസാ നബിയും ഹാറൂനും എങ്ങനെയാണോ അതുപോലെ എന്റെ കൂടെ ഒരു സഹോദരനാവാ നീ ഇഷ്ടപ്പെടുന്നില്ലയോ? മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാന്റെ മകൻ തന്നെയാണ് ഹാറൂൻ, ഒരു ഉമ്മയുടെ മക്കളാണ്. മൂസാ നബിയുടെ ഉമ്മ തന്നെയാണ് ഹാറൂൻ നബിന്റെയും ഉമ്മ. രണ്ടാളും ഒരുമിച്ച് ദീനീ പ്രബോധനമാണ്. മൂസ നബി അലൈഹി ഇസ്ലാമും ഹാറൂൻ നബിയും രണ്ട് നബിമാരും ഒരു ഉമ്മാന്റെ മക്കളാണ്. അതുപോലെ പ്രിയപ്പെട്ട അലി, മൂസാ നബിക്ക് ഹാറൂൻ എങ്ങനെയായിരുന്നുവോ അതുപോലെ മുഹമ്മദ് നബിക്ക് അലി നീ ഹാറൂനെ പോലെയാണ്. ശഫീഉനാ റസൂലുള്ളാഹി. ഒരു വലിയ ദർജയാണത്. മൂസാ നബിക്ക് ഹാറൂൻ എങ്ങനെയായിരുന്നുവോ അതുപോലെയാണ് അലി എനിക്ക് നീ. പക്ഷേ ലാ നബിയ ബഅദി, ഹാറൂൻ പ്രവാചകനായിരുന്നു, പക്ഷേ എന്റെ ശേഷം ഇനി പ്രവാചകരില്ല. അതും കൂടെ നബി പറഞ്ഞു. എന്റെ മൂസാ നബിക്ക് ഹാറൂൻ എങ്ങനെയാണോ അതുപോലെയാണ് നീ എനിക്ക്, പക്ഷേ നീ നബിയല്ല, എന്റെ ശേഷം പ്രവാചകന്മാരില്ല എന്നതാണ് കാരണം. പൊട്ടിക്കരഞ്ഞ മഹാൻ. ദർജ നോക്കൂ നിങ്ങൾ, അങ്ങനത്തെ ഒരു ദർജ പ്രവാചകൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്ന ബൈഅത്ത്, ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ച് നടന്ന ബൈഅത്ത് ഖുർആൻ തന്നെ എടുത്തു പറയുന്നുണ്ട്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ. ആ പ്രസിദ്ധമായ മരത്തിന്റെ തായ് ഭാഗത്ത് വെച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് പ്രതിജ്ഞ ചെയ്ത ബൈഅത്ത് ചെയ്ത ആളുകളെ ലഖദ് റളിയല്ലാഹു, അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ല തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ ബൈഅത്തുർ റിദ്വാൻ, അതിൽപ്പെട്ട മഹാനാണ് അലി ഇബ്നു അബീ ത്വാലിബ്. അല്ലാഹു ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് ബൈഅത്തിൽ ഏർപ്പെട്ട മുഴുവൻ ആളുകളെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ തൃപ്തി സമ്പാദിച്ച മഹാൻ. ഇങ്ങനെ എത്രയെത്ര ഘട്ടങ്ങളിൽ പ്രവാചകന്റെ തൃപ്തി, അല്ലാഹുവിന്റെ തൃപ്തി അലി എന്നവർക്ക് ലഭിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു പക്ഷിമാംസം, ഒരു പക്ഷിയെ ചുട്ടുകൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുവന്നു. നല്ലൊരു പക്ഷി, അത് കൊക്കായിരുന്നു എന്നാണ് മറ്റു ചില റിപ്പോർട്ടിലുള്ളത്. കൊക്ക് എന്താ പറയാ, കൊച്ചാണ് ഞങ്ങൾ പറയില്ലേ, രണ്ടും പറയും അല്ലേ. നാളെ അവിടെ പോയിട്ട് കൊക്ക് എന്ന് പറഞ്ഞ പാകപ്പായി ആ നാട്ടിൽ അങ്ങനെ പറയല് പറയും. ഇവിടെ കൊക്ക് എന്ന് പറയാറില്ലേ. കൊക്കിന്റെ മാംസമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിച്ച ഒരു മാംസമാണ് കൊക്കിന്റെ മാംസം. ആ കൊക്കിനെ ചുട്ടുകൊണ്ട് പാചകം ചെയ്തുകൊണ്ട് പ്രവാചകന്റെ മുമ്പിലെത്തി. നബിക്കത് ഇഷ്ടമായിരുന്നു. ഉടനെ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുമ്മ അത്നി ബി അഹബ്ബി ഖൽഖിക ഇലൈക യഅകുലു മഈ. നബിന്റെ സ്നേഹം നോക്കണം നിങ്ങൾ. ഒരു മാംസം, ഒരു പക്ഷി മാംസം പ്രവാചകന്റെ മുമ്പിലെത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അല്ലാഹുമ്മ അത്നി, പടച്ചവനെ നീ എനിക്ക് കൊണ്ടുവന്നു തരണം, ബി അഹബ്ബി ഖൽഖിക ഇലൈക, നിന്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ എന്റെ കൂടെ പക്ഷിമാംസം കഴിക്കാൻ നീ ഇപ്പോൾ എത്തിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു നബിതങ്ങൾ. മറ്റു ചില ഭാര്യമാരത് കേൾക്കുകയാണ്. നബിതങ്ങളുടെ പ്രാർത്ഥന, ഈ പക്ഷിമാംസം എന്റെ കൂടെ കഴിക്കാൻ നിന്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ നിനക്ക് പ്രിയങ്കരനായ മനുഷ്യനെ എത്തിച്ചു തരണമേ
ഇനി ആരാണ് ആ പ്രിയങ്കരൻ? ആരാണ് എത്തിപ്പെടുക? കുറച്ചു കഴിഞ്ഞപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വരുന്നു. ആ സൗഭാഗ്യം കിട്ടിയത് അലി തങ്ങൾക്കാണ്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളെ, നിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ട ആളെ ഈ പക്ഷിമാംസം എന്റെ കൂടെ കഴിക്കാൻ എത്തിച്ചു തരണമേ എന്ന് പറഞ്ഞപ്പോ കടന്നു വരാനുണ്ടായ ഭാഗ്യമുണ്ടായത് അലി തങ്ങൾക്കാണ്. അങ്ങനെ പ്രവാചകന്റെ കൂടെ പക്ഷിമാംസം കഴിച്ചു. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അത്ര വലിയ മഹത്വമുള്ള മഹാനാണ്. 10ാമത്തെ വയസ്സിൽ 9ാമത്തെ വയസ്സിൽ ഇസ്ലാം മതം വിശ്വസിച്ചു പ്രവാചകന്റെ കൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ആദ്യം തന്നെ നിസ്കരിച്ചു. മാത്രമല്ല പ്രവാചകൻ കിടന്ന വിരിപ്പിൽ പ്രവാചകനെ വെട്ടിക്കൊല്ലാൻ ശത്രുക്കൾ വന്നപ്പോൾ അതേ വിരിപ്പിൽ കിടക്കാനുള്ള സൗഭാഗ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമാനത്തുകൾ മുഴുവനും അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, വിതരണം ചെയ്യാൻ അദ്ദേഹത്തെ എടുക്കുന്നു. അതുപോലെ തന്നെ ബദറിലും ഉഹദിലും ഹുനൈനിലും എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത മഹാൻ. മാത്രമല്ല സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളിൽ പ്രവാചകനുമായി ഏറ്റവും അടുത്തത് അലിയാണ്. 10 ആളുകൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്തയുണ്ട്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരവരാണ്. അബൂബക്കർ സിദ്ദീഖ്, ഉറക്കെ പറഞ്ഞോ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഒന്ന് അദ്ദേഹമാണ്. രണ്ടാമത്തേത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. മൂന്നാമത്തേത് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നാലാമത്തേത് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്. പിന്നെ 6 ആളും കൂടെ ഉണ്ട്. സഅദിൻ സഈദിൻ സുബൈറിൻ തൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നി ഔഫിൻ അശ്രിൽ കറമി. ഈ 10 ആളുകൾക്ക് സ്വർഗമുണ്ടെന്ന് ഉറപ്പാണ്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരാണ്. അതിൽ പ്രവാചകനുമായി ഏറ്റവും അടുത്ത രക്തബന്ധമുള്ളത് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്. പ്രവാചകന്റെ മൂത്താപ്പ അബൂ ത്വാലിബിന്റെ മകനാണ്. അത്ര വലിയ ബന്ധമുള്ളത് അലി ഇബ്നു അബീ ത്വാലിബിനാണ്. അങ്ങനത്തെ അലി ഇബ്നു അബീ ത്വാലിബ് നിങ്ങൾ നോക്കണം, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധിയുള്ള മഹാനാണ്. അദ്ദേഹം ഫക്കീറാണ്. ഫാത്തിമ ബീവിക്ക് പ്രായപൂർത്തിയെത്തി 15 വയസ്സായി. ഫാത്തിമ ബീവിക്ക് 15 വയസ്സായപ്പോൾ കല്യാണം ആലോചന എങ്ങനെ വന്നുകൊണ്ടിരുന്നു. അബൂബക്കർ സിദ്ദീഖിന് ആഗ്രഹമുണ്ട് റസൂലുള്ളാഹിന്റെ മകളെ കെട്ടണം. അബൂബക്കർ സിദ്ദീഖിന്റെ മകളെ റസൂലുള്ള കല്യാണം കഴിച്ചിട്ടുണ്ട്, ആയിഷ ബീവിനെ. അവരുടെ വിവാഹ ബന്ധമൊക്കെ സ്വാലിഹീങ്ങളെ നോക്കിയിട്ടാണ്. ആരാണ് ആ സ്വാലിഹായ മനുഷ്യൻ, അവനിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക. പ്രായം അവർക്ക് പ്രശ്നമേ അല്ല. അറബികൾ പ്രായം ഒരു പ്രശ്നമാക്കാറില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ അബൂബക്കർ സിദ്ദീഖ് കല്യാണം കഴിച്ചു കൊടുക്കുന്നു റസൂലുള്ളാഹി. അതുപോലെ സിദ്ദീഖിന് ആഗ്രഹമുണ്ടായിരുന്നു റസൂലുള്ളാഹിന്റെ മകൾ ഫാത്തിമാനെ കല്യാണം കഴിക്കണം. ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവരൊക്കെ ചിലപ്പോഴൊക്കെ അത് പറയുകയും ചെയ്തിരുന്നു നബിയോട്. പക്ഷേ നബി മറുപടി ഒന്നും പറഞ്ഞില്ല. അവസാനമായി അള്ളാഹുവിന്റെ തീരുമാനം വന്നപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു, എന്റെ മകൾ ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമെന്ന് പ്രവാചകൻ പറഞ്ഞ മകളാണ് ഫാത്തിമ. ഫാത്തിമത്തു ബൽഅത്തും മിന്നീ, ഫാത്തിമത്തു ബൽഅത്തും മിന്നീ. ഫാത്തിമ എന്റെ ഒരു കഷ്ടമാണ്, എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഓമന മകൾ ആ പ്രിയപ്പെട്ട ഫാത്തിമാനെ അലി ഇബ്നു അബീ ത്വാലിബിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഫാത്തിമ ബീവിയോട് വലിയ ബന്ധത്തിലാണ് നബി തങ്ങൾ. ഒരു യാത്ര പോകുമ്പോൾ ഫാത്തിമാനെ ചുംബിച്ചിട്ടേ നബി പോവുകയുള്ളൂ. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഫാത്തിമാക്ക് ചുംബനം നൽകിയിട്ടേ പ്രവാചകൻ കടന്നു വരൂ. എപ്പ വന്നാലും മകളെ കണ്ടാൽ മർഹബം ബിബിനത്തി, എന്റെ പ്രിയപ്പെട്ട മോളെ നിനക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് ചേർത്തിരുത്തുന്ന മകളാണ് ഫാത്തിമ. അള്ളാഹുവിന്റെ റസൂല് കഴിഞ്ഞാൽ പ്രവാചകനോട് വളരെ സാമ്യമുള്ള നടത്തത്തിലും സംസാരത്തിലും പുഞ്ചിരിയിലും പ്രവാചകനോട് വളരെ സാമ്യമുള്ളത് ഫാത്തിമ ബീവിക്കാണ്. നബിന്റെ ശേഷം കുറച്ച് ജീവിച്ചതും ഫാത്തിമ തന്നെയാണ്. ബാക്കിയുള്ള മക്കളൊക്കെ നബിന്റെ ജീവിതകാലത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കളൊക്കെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഫാത്തിമയാണ് നബിന്റെ ശേഷം കുറഞ്ഞ കാലം 6 മാസം മാത്രം ജീവിച്ചത്, വെറും 6 മാസം.
ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നബിക്ക് വലിയ കാര്യമാണ്. ആ ഫാത്തിമ ബീവിയെ എപ്പോഴും സ്വീകരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ച വിവരം ഫാത്തിമ ബീവി അറിഞ്ഞപ്പോൾ ഫാത്തിമ ബീവി തമാശ എന്നോണം പ്രവാചകരോട് ചോദിക്കുകയാണ്, ഉപ്പ എടുക്കുന്ന ഏത് തീരുമാനം അംഗീകരിക്കുന്ന മകളാണ്, ഉപ്പാന്റെ ഏത് തീരുമാനവും അംഗീകരിക്കുന്ന മകളാണ്, ഉപ്പയുമായി വളരെ സാമ്യമുള്ള വലിയ സ്നേഹബന്ധത്തിലായ മകളാണ്. എത്ര വലിയ കുട്ടിയായതിനു ശേഷവും നബി ഫാത്തിമാനെ ചുംബിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. സ്നേഹപ്രകടനമായിരുന്നു. നമുക്കൊന്നും ആ സ്വഭാവം തന്നെയല്ല. കുട്ടിയൊക്കെ ഒരു 5, 6, 4, 5 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആ മക്കളെ ഉമ്മ വെക്കുന്ന സ്വഭാവം പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചുണ്ട്. ആർക്കുമില്ല, നമുക്കൊന്നുമില്ല. അത് നബിന്റെ സുന്നത്തല്ല. നബി മക്കളോട് വല്ലാത്ത വാത്സല്യ. വലിയ കുട്ടിയായി വിവാഹം കഴിഞ്ഞതിന്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമാക്ക് ചുംബനം നൽകിയിട്ടേ വീട്ടിൽ നിന്ന് പുറത്തു പോകും. അത്ര വലിയ മഹബത്ത്. അങ്ങനെയായിരുന്നു മഹബത്ത്. ആ ഫാത്തിമ ബീവിയുടെ കല്യാണത്തിന്റെ കാര്യം ഫാത്തിമാനോട് പറയുമ്പോൾ ചെറിയ കുട്ടിയാണ്, 15 വയസ്സ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, തങ്ങൾ എന്നെ ഇതുവരെ കാത്തു സൂക്ഷിച്ചത് ലിഫഖീരിൻ മിൻ ഖുറൈശ്, ഖുറൈശികളിൽപ്പെട്ട ഒരു ഫക്കീറിന് വേണ്ടിയാണോ ഇത്രയും കാലം തങ്ങൾ എന്നെ കാത്തു സൂക്ഷിച്ചതെന്ന് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ. അലി എന്നവരെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ ദാരിദ്ര്യം ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ ഒന്നല്ലത്. അത് നബിയും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിൽ, മോളെ നിന്റെ ഭർത്താവ് അലിയാണ്, അലിക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ സൗഹൃദ ബന്ധം ഉണ്ടാവുമ്പോൾ ചോദിക്കുമല്ലോ, അല്ല ഉപ്പ, ഈ ഒരു ഖുറൈശി തറവാട്ടിലെ ഫക്കീറിന് വേണ്ടിയാണോ ഇത്രയും കാലം എന്നെ കാത്തു സൂക്ഷിച്ചത്? ഫാത്തിമാനെ കല്യാണം കഴിക്കാൻ ഏത് കോടീശ്വരനും തയ്യാറാകും, ഏത് സമ്പന്നനും തയ്യാറാവും. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരുപാട് പണക്കാരുണ്ട്, അവരൊക്കെ തയ്യാറാണ്. പക്ഷേ ഫക്കീറാണ്, ലിഫഖീരിൻ മിൻ ഖുറൈശ്, ഖുറൈശികളിൽപ്പെട്ട ഒരു ഫക്കീറിന് വേണ്ടിയാണോ ഇതുവരെ ബഹുമാനപ്പെട്ട പിതാവെ അങ്ങനെ കാത്തു സൂക്ഷിച്ചത് എന്ന് ഫാത്തിമ ചോദിച്ചു എന്നാണ്. എന്തിനാണ് പറഞ്ഞത്? അലി എന്നവരെന്ന് ഫക്കീറാണ്, ഒന്നുമില്ല. പക്ഷെ അവർ ഫക്കീർ എന്ന് പറയുന്നതിന് ഒരു കുറവ് അവർ കണ്ടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പണത്തിന് യാതൊരു വിലയുണ്ട്. പണമുണ്ട് എന്ന് കരുതി സമാധാനം ഉണ്ടാവില്ല. എത്ര കോടീശ്വരന്മാരുണ്ട് കാര്യങ്ങൾ. ഒരു ദിവസം മര്യാദയ്ക്ക് കടന്നുറങ്ങാൻ കഴിയാതെ ഗുളിക കുടിച്ച് കിടക്കണവരുണ്ട്, മദ്യപിച്ച് മൂക്കറ്റം കുടിച്ച് കിടക്കണവരുണ്ട്. എന്താ കാരണം? സമാധാനമില്ലാത്തത് കൊണ്ട്. സമാധാനമില്ലാത്തത് കൊണ്ട് മദ്യത്തിൽ അഭയം തേടുന്നു, കള്ളു കുടിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നു, ഉറക്ക ഗുളിക കുടിച്ചുകൊണ്ട് കിടക്കുന്നു. അപ്പൊ പണമുണ്ട് എന്ന് കരുതി സമാധാനമുണ്ടാകും, സുഖമുണ്ടാകുമെന്നാണ് നമ്മുടെ ധാരണ. നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതും അങ്ങനെ തന്നെയാണ്. പണമുണ്ടായാൽ സമാധാനം, പണമുണ്ടായാൽ സമാധാനം. കാല് കൂടുതലുണ്ടായാൽ സ്പീഡ് കൂടുമോ? ഒരാൾക്ക് കുറെ കാലുണ്ടെന്ന് കരുതി നടത്തത്തിന് സ്പീഡ് ഉണ്ടാവും. ചേരാട്ടമൊക്കെ നിങ്ങൾ എത്രയും കാല്, ചേരാട്ടന്റെ കാലെത്രയാണ്? ചേരട്ടക്ക് 1000ഓളം കാലുകൾ. എത്രയോ ആവട്ടെ, നമ്മളാരും എണ്ണി നോക്കിയിട്ടൊന്നുമില്ല. നിങ്ങളൊക്കെ സമയം ഉണ്ടെങ്കിൽ എണ്ണി നോക്കി. ഒരുപാട് കാലുണ്ട് ചേരാട്ടക്ക്. കാല് തോനുണ്ടായി എന്ന് കരുതി ഓട്ടത്തിന് സ്പീഡ് ഉണ്ടാവും? ഉണ്ടാവില്ല. പൈസ ഉണ്ടെന്ന് കരുതി സമാധാനം ഉണ്ടാവില്ല, വെറുതെ തോന്നും. ഒരു കാലും ഇല്ലാത്ത പാമ്പ് നോക്കി നിങ്ങൾ ഒറ്റ കാലും ഇല്ലേ? പാമ്പിന് കാലുണ്ടോ? ആലോചിച്ച് നോക്കൽ എങ്ങനെയാണ് ആ നെഞ്ചുകൊണ്ട് കാലില്ലാത്ത ഈ മിനുമിനുപ്പുള്ള സ്ഥലം കൊണ്ട് എത്ര കടുപ്പത്തിലാ പാമ്പുകൾ. അനവധി കാലുള്ള ചേരാട്ടക്ക് സ്പീഡില്ല, ഒരു കാലും ഇല്ലാത്ത പാമ്പിന് എത്ര സ്പീഡ്. ധാരാളം പണമുള്ളവന് സമാധാനമില്ല, ഒരു പൈസ ഇല്ലാത്തവന് നല്ല സമാധാനം, ഒരു പ്രശ്നമില്ല. എൻ്റെ വീട്ടിലൊരു സുഹൃത്ത് വരാം, ഒരു സാധു മനുഷ്യൻ, പ്രായമുള്ള ഒരാൾ ഇടക്കിടക്ക് വരും ഒരു സമാധാനത്തിന് വേണ്ടി. എനിക്ക് അദ്ദേഹവുമായി സംസാരിക്കൽ ഭയങ്കര ഇഷ്ടമാണ്. പ്രായമുള്ള ആളാണ്. കല്യാണം കഴിച്ചതിപ്പോ വയസ്സായതിന്റെ ശേഷം ആരുമില്ല. അയാൾ പറയും, എനിക്ക് എന്റേതാണെന്ന് പറയാൻ എപ്പോ ചോദിച്ചാൽ അദ്ദേഹം പറയും, എന്താ വർത്താനം? സുഖം, വളരെ സുഖം. എന്നെ പോലെ സുഖത്തിൽ ജീവിക്കുന്ന ഒരാൾ അള്ളാന്റെ ഭൂമിയിലില്ല. എപ്പോ ചോദിച്ചാലും ഒരാളെ പൈസക്ക് കാർത്തില്ല, ആരോടും 10 രൂപ ചോദിക്കൂല. അയാൾ പറഞ്ഞു, ഇന്ന് വരെ ഞാനൊരു മനുഷ്യനോട് 10 രൂപ ചോദിച്ചിട്ടില്ല. കടായിട്ടും ചോദിച്ചിട്ടില്ല, അല്ലാതെയും ചോദിച്ചിട്ടില്ല. ഇപ്പൊ ഏകദേശം 65-70 വയസ്സുണ്ടാകും. ഈ വയസ്സിനിടയിൽ ആരോടും ഒരു 10 രൂപ ഞാൻ ചോദിച്ചിട്ടില്ല, കടമായിട്ട് പോലും ചോദിച്ചിട്ടില്ല. ഈ ജീവിതത്തിനിടയിൽ
അദ്ദേഹത്തോട് ചോദിക്കും, എന്താ വർത്താനം? സുഖമാണ്, എന്നെപ്പോലെ സുഖമുള്ള ഒരാൾ ഈ ലോകത്തില്ലെന്ന് പറയും. പക്ഷെ അയാളുടെ കഥ നിങ്ങൾക്കറിയുമോ? അയാളുടേതെന്ന് പറയാൻ 1 സെന്റ് ഭൂമി അയാൾക്കില്ല. 1 സെന്റ് ഭൂമിയില്ല അയാൾക്ക്. 1 സെന്റ് ഭൂമി അയാളുടെ പേരിലില്ല. അയാൾക്ക് മാതാപിതാക്കളില്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത കാലത്ത് മാത്രം കല്യാണം കഴിച്ച രോഗിയായ പെണ്ണ് മാത്രമാണ്. മാത്രമല്ല അയാൾക്ക് മക്കളുണ്ടായിട്ടില്ല. മക്കളെ കൊണ്ടുവരൂ. തമാശയിൽ മൂപ്പര് പറയും, എന്നോട് പറയും, മക്കളെ കൊണ്ടുവരൂ എന്ന് പറയാൻ എനിക്ക് മക്കളില്ല. ആണും പെണ്ണുമായി മക്കളില്ല. 1 സെന്റ് ഭൂമി എന്റെ പേരിലില്ല. ഈ ധരിച്ച 1 2 കൂട്ടം ഡ്രസ്സല്ലാതെ ഡ്രസ്സ് എനിക്കില്ല. പക്ഷേ ഞാൻ വളരെ സന്തുഷ്ടനാണ്, സമാധാനത്തിലാണ്. ഒരാളോട് പോലും 10 റുപ്യ ഇന്നുവരെ ഞാൻ കടം വാങ്ങിയിട്ടില്ല. ഒരു 10 റുപ്യ തരുമോ എന്ന് ചോദിച്ചിട്ടില്ല. ഒരു നേരം ഞാൻ പട്ടിണിയും കടന്നിട്ടില്ല. ഇപ്പോഴും എൻ്റെ വീട്ടിൽ വരുന്നൊരു മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ചു, അതല്ല സുഖം. 1 സെന്റ് ഭൂമി ഇല്ലാത്ത ആള്, മക്കളില്ലാത്ത ആള്, സർക്കാർ ഉദ്യോഗം ഇല്ലാത്ത ആള്, ശമ്പളം ഇല്ലാത്ത ആള്, വരുമാനമില്ലാത്ത മനുഷ്യൻ. ആരോടും നമ്മൾ എത്ര ആളോട് കടം വാങ്ങി ഈ വയസ്സിനിടയിൽ? നിങ്ങളൊന്ന് ആലോചിച്ചു. സമ്പത്തുള്ള ഭൂമി എത്ര ഉള്ള ആളുകൾ എത്ര കടം വാങ്ങി? അപ്പോ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? സമ്പത്തിന്റെ നേരെ സമാധാനം സുഖം ഉണ്ടായിക്കൊള്ളില്ല. അതിന്റെ ബേക്ക് പോണ്ട. അതുകൊണ്ടൊരു കാര്യമില്ല. ഇല്ലും സായിലാണ്, നീങ്ങിപ്പോകുന്ന നിയലാണ്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട സാധനമാണ്. അണുവളവ് തെറ്റിപ്പോയാൽ ഭീമാകാരമായ ഹറാമിലേക്ക് തെറ്റിപ്പോകും. പിന്നെ തിരിച്ചു വരാൻ വളരെ പ്രയാസമാണ്. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബഹുമാനപ്പെട്ടവര് വിവാഹിതനാകുന്ന സമയത്ത് ദരിദ്രനാണ്, പരമദരിദ്രനാണ്. പരമദരിദ്രനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞു വന്നപ്പോ ബദർ യുദ്ധത്തിൽ കിട്ടിയ സമ്പത്തൊക്കെ, യുദ്ധത്തിൽ കിട്ടുന്ന സമ്പത്ത് ഭടന്മാർക്ക് വീതിച്ചു കൊടുക്കലാണ്. ആ കൂട്ടത്തിൽ ഒരു ഒട്ടകം കിട്ടി. നബി തങ്ങൾ ഒരു ഒട്ടകം കൊടുത്തു. അങ്ങനെ 2 ഒട്ടകം. ആകെ മൂപ്പർക്കുണ്ടായ സമ്പാദ്യം. ശ്രദ്ധിക്കണം, വിവാഹം കഴിക്കുന്ന യുവാക്കളെ, വിവാഹത്തിന് തയ്യാറാകുന്ന യുവാക്കളെ, മണിയറ വേണം, പൊന്ന് വേണം, പണം വേണം, ഭൂമി വേണം, വാഹനം വേണം എന്നൊക്കെ വാശി പിടിക്കുന്ന ആളുകൾ ആലോചിക്കണം. ഇതിൽ ആരെ മാതൃകയാ നിങ്ങൾ പിന്തുടരുന്നത്? നിങ്ങളെ യുവത്വത്തെ പറ്റി നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് സമാധാനം പറയും? അലി ഇബ്നു അബീ ത്വാലിബിന് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തൊരു ഒട്ടകം, യുദ്ധത്തിൽ കിട്ടിയ ഒരു ഒട്ടകം. ഇങ്ങനെ 2 ഒട്ടകമാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സമ്പാദ്യം. ആ സമ്പാദ്യം കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്നെ പറയുന്ന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഹദീസ് വായിക്കട്ടെ, ബുഖാരി ഇമാമിന്റെ ഹദീസ്. സ്വത്തിൽ എന്നൊരു ഒട്ടകം എനിക്ക് കിട്ടി. അള്ളാഹുവിന്റെ റസൂൽ ഒരു ഒട്ടകവും തന്നു. റസൂലുള്ളാഹിന്റെ ഓമന മകളായ ഫാത്തിമാനെ കല്യാണം കഴിക്കാനുള്ള തീരുമാനം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഒരു കൂലിപ്പണിക്കാരനായ മനുഷ്യനോട് ഞാൻ കരാറ് ചെയ്തു, നീ നാളെ ഇന്ന സ്ഥലത്തെത്തണം. ആ ചെറുപ്പക്കാരൻ ബൈനി കൈനുക്ക എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട ചെറുപ്പക്കാരനാണ്. ആ കൂലിപ്പണിക്കാരനായ ആളോട് പറഞ്ഞു, നാളെ ഇന്ന സ്ഥലത്ത് നീ എത്തണം. ആ കൂലിപ്പണിക്കാരൻ എത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്നിട്ടോ അലി എന്നവര് പറയാണ്, എന്തിനാണ് ഞാൻ അദ്ദേഹത്തോട് വരാൻ പറഞ്ഞത്? അവിടെ കുറെ ഇദ്ഖിർ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം പുല്ലുണ്ട്. വീട് കെട്ടിമേയാനും മറ്റൊക്കെ ഉപയോഗിക്കുന്ന അറബികൾക്ക് ആവശ്യമുള്ള പുല്ലാണ്. പഴയകാലത്ത് പെരമേയുന്ന പുല്ലിൽ ആ ജാതി ഇദ്ഖിർ എന്ന് പറയുന്ന പുല്ല്. ആ പുല്ല് പറിക്കാൻ വേണ്ടി ഞാനൊരു ചെറുപ്പക്കാരനോട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ആ ചെറുപ്പക്കാരനും പുല്ല് പറിക്കാൻ തുടങ്ങി. അലി ഇബ്നു അബീ ത്വാലിബ് പുല്ലരിയുകയാണ്. എന്തിനാ പുല്ലരിയുന്നത്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ തന്നെ പറയുകയാണ്, ഞാൻ ആ പുല്ലരിയുന്നത് പ്രിയപ്പെട്ട ഫാത്തിമയുമായി കല്യാണം നടക്കുമ്പോൾ ആ കല്യാണത്തിന് ചെലവുണ്ട്. ആ ചെലവിന് വേണ്ടിയാണ് ഞാൻ പുല്ലരിയാൻ തുടങ്ങിയത്. അതിന് എന്നെ കൊണ്ട് സ്വന്തം പറ്റാത്തത് കൊണ്ട് ഒരു കൂലിപ്പണിക്കാരനെയും കൂടെ കൂട്ടിയിട്ട് ഞാനും ആ മനുഷ്യനും പുല്ലരിഞ്ഞിട്ട് ആ പുല്ല് ഒട്ടകപ്പുറത്ത് വെച്ച് കെട്ടി ടൗണിൽ കൊണ്ടുവന്ന് വിറ്റാൽ കിട്ടുന്ന കാശ് കൊണ്ട് ഒരു ചെറിയ സദ്യ നടത്തണം, ഒരു ചെറിയ കല്യാണം നടത്തണം എന്ന ഉദ്ദേശപ്രകാരം ഈ 2 ഒട്ടകങ്ങളെയുമായി പോയിട്ട് ഞാൻ പുല്ലരിയുകയായിരുന്നു. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആരാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാൻ? ഫാത്തിമ ബീബിനെ വിവാഹം ചെയ്യാനുള്ള സൗഭാഗ്യം കിട്ടിയ മഹാൻ, എല്ലാ യുദ്ധത്തിലും പങ്കെടുക്കാൻ സൗഭാഗ്യം കിട്ടിയ മഹാൻ. ആ മഹാൻ തന്റെ വിവാഹത്തിന് വേണ്ടി സമ്പാദ്യം കണ്ടെത്താൻ പുല്ലരിയുകയാണ് ഒരു തൊഴിലാളിയോടുകൂടെ. അരങ്ങമൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അദ്ദേഹം പുല്ലരിഞ്ഞു, അത് നാട്ടിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്താൻ ആഗ്രഹിച്ചു. പക്ഷേ സംഭവിച്ചതെന്താണ്? എന്റെ ഒട്ടകങ്ങളെ ഒരു അൻസാരിയുടെ വീടിന്റെ പരിസരത്ത് കെട്ടിയിട്ട് ഞാൻ പുല്ലരിയാൻ പോയി. പുല്ലരിഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു സംഭവം നടന്നു. ഞാൻ പുല്ല് കെട്ടാക്കി, ഒട്ടകപ്പുറത്ത് വെച്ച് കെട്ടാനുള്ള കട്ടിലും മറ്റൊക്കെ ശരിയാക്കി പുല്ലിന്റെ കെട്ടും തലയിൽ വെച്ച് വന്ന് നോക്കുമ്പോൾ എന്റെ 2 ഒട്ടകങ്ങളെയും കുത്തിയറുക്കപ്പെട്ടിരിക്കുകയാണ്. ഒട്ടകത്തിന്റെ പൂഞ്ഞ മുറിച്ചെടുത്തിരിക്കുന്നു. ഒട്ടകത്തിന്റെ വയറ് കുത്തി കീറി അതിന്റെ കരള് എടുത്തുകൊണ്ടുപോയിരിക്കുകയാണ്. ഈ രംഗം കണ്ടപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് തന്നെ പറയാണ്, അസ്മിനത്തുഹുമാ, 2 ഒട്ടകത്തിന്റെയും പൂഞ്ഞാരിഞ്ഞെടുത്തു തിന്നാൻ നല്ല രസമുള്ള സാധനമാണത്. അതിന്റെ വയറ് കുത്തി കീറിയിരിക്കുന്നു. എന്നിട്ട് ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടാണ്, അതിന്റെ കരള് എടുത്തിരിക്കുകയാണ്. ഇതിങ്ങോട്ട് കണ്ടപ്പോൾ ഫാത്തിമ ബീബിനെ കല്യാണം കഴിക്കാൻ ഒരുങ്ങുന്ന ചെറുപ്പക്കാരന്റെ ആദ്യയുള്ള സമ്പാദ്യം അത് മുഴുവനും നശിപ്പിക്കപ്പെട്ട് 2 ഒട്ടകങ്ങളും മരിച്ചു കിടക്കുന്ന രംഗം കണ്ടപ്പോൾ ഫലം അംലിക് ഐനയ്യാ ഹീന റഅയ്തു, ആ രംഗം കണ്ടപ്പോൾ എന്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. ചെറുപ്പക്കാരൻ കരഞ്ഞു. ബദർ യുദ്ധത്തിൽ പോരാടിയ ആ യുവാവ് കണ്ണ് നിറച്ചു. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഒരു കല്യാണത്തിന് വേണ്ട ചെലവ് കണ്ടെത്താൻ പുല്ലെരിഞ്ഞ് തലയിൽ വെച്ച് വരുമ്പം കാണുന്നത് 2 ഒട്ടകങ്ങളെയും കുത്തിയെറുക്കപ്പെട്ട നിലയിലാണ്. ഞാൻ അന്വേഷിച്ചു, ആരാണ് ഈ പണി ചെയ്തത്? ആരാണ് ഈ പണി ചെയ്തത്? അപ്പൊ അവര് പറഞ്ഞു, അത് ഹംസത്തുൽ കറാർ ചെയ്തതാണ്. തെറ്റിദ്ധരിക്കരുത്, അന്ന് കള്ളുകുടി ഹറാമാക്കുന്നതിന്റെ മുമ്പാ. മദ്യം പാടില്ല, തൊട്ടുപോവരുത് എന്നുള്ള നിയമം വരുന്നതിന്റെ മുമ്പാണ്. അന്ന് അവരൊക്കെ, ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ മദ്യത്തെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, അറബികളൊക്കെ കള്ളു കുടിക്കുന്നവരാണ്, അതവരെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, പുണ്യമാണെന്ന് വിശ്വസിച്ചവരായിരുന്നു. അതുകൊണ്ട് മിക്ക ആളുകളും മദ്യം കഴിക്കുന്നവരാണ്. മദ്യം കഴിക്കാത്തവർ അഭിമാനികളായിരുന്നില്ല. ആ ശീലമുള്ള ആളുകളായതുകൊണ്ട് ഇസ്ലാം ഹറാമാക്കുന്നത് വരെ അവർ കഴിച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ ഹറാമാക്കിയത് മുതൽ, ഖുർആൻ ഹറാമാക്കിയത് മുതൽ ഫഹൽ അൻതും മുന്തഹൂൻ എന്ന് പറഞ്ഞത് മുതൽ പിന്നെ ആരും അത് തൊട്ടിട്ടില്ല. ഒരു കുട്ടി തൊട്ടിട്ടില്ല, ഒരു തുള്ളി മദ്യം പോലും അവര് തൊട്ടിട്ടില്ല. അന്ന് ഹംസ റളിയല്ലാഹു തആല അൻഹു കുടിച്ചു. ബോധമില്ലാത്ത സമയം വന്നപ്പോ ഒരു പെൺകുട്ടി ഒരു പാട്ടുപാടി. ആ പാട്ടിങ്ങനെ പാടിയതെന്താണ്? അലായാ ഹംസുൽ ശുർഫിൻ നിവായി വഹുന്ന മുഅല്ലഖാതും ബിൽ ഫിനായി ലഇസ്സകീന ഫിൽ ലുബാതി മിൻഹാ വലരിജുഹുന്ന ഹംസതു ബിദ്ദിമായി وعجل من طائبها لشربي قديدا من طبيخ أو شفاء എന്നൊരു മനോഹരമായ കവിത പാടി. അതിനർത്ഥം അലായാ ഹംസു, അല്ലയോ ഹംസ, ലിശ്റുഫിൻ നിവായി, നല്ല തടിച്ചു കൊഴുത്ത ഒട്ടകങ്ങളതാ അൻസാരിയുടെ വീട്ടിന്റെ മുമ്പിൽ. നല്ല തടിച്ചു കൊഴുത്ത ഒട്ടകങ്ങളതാ അൻസാരിയുടെ വീട്ടിന്റെ മുമ്പിൽ. വഹുന്ന മുഅല്ലഖാതും ബിൽ ഫിനായി, അത് അൻസാരിയുടെ വീട്ടുമുറ്റത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹംസ, നീ ചാടി എണീക്കണം. ലഇസ്സകീന ഫിൽ ലബ്ബാതി മിൻഹാ, അതിന്റെ കഴുത്തിൽ നിന്റെ കടാര കുത്തിയിറക്കണം. വലരിജുഹുന്ന ഹംസതു ബിദ്ദിമായി, ആ ഒട്ടകങ്ങളെ നീ ചോരയിൽ കുളിപ്പിക്കണം. وعجل من طائبها لشربي قديدا من طبيخ أو شفاء, എന്നിട്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരളും പൂഞ്ഞയും കൊണ്ടുവരൂ, അത് ചുട്ടിട്ട് നമുക്ക് മദ്യത്തിൽ കൂട്ടിക്കളയാം. അന്നത്തെ ജാഹിലിയ കാലാണ്. ഇത് കേട്ടപ്പം പോയി അർത്ഥതാണ്. അങ്ങനെ ഒട്ടകത്തിനെ കുത്തിയേർത്തത് കണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട അലി എന്നവർ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് സങ്കടം പറഞ്ഞു. ആദരവായ നബിയേ, കണ്ണീരോടെ പറഞ്ഞു, ഞാൻ ഫാത്തിമാന്റെ വിവാഹത്തിന് വേണ്ടി ഒന്ന് മഹർ കൊടുക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി പുല്ല് ശേഖരിക്കാൻ പോയ സമയത്ത് ആദരവായ നബിയെ, ഒട്ടകങ്ങളെ കുത്തിയേർത്തിരിക്കുന്നു.
നബിയോട് സങ്കടം പറഞ്ഞു. നബി തങ്ങൾക്കാണെങ്കിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പുള്ളത്. നബി തങ്ങൾ വന്നു, ഹംസയെ കണ്ടു, തിരിച്ചുപോയി. ഇപ്പൊ സംസാരിക്കാൻ പറ്റാത്ത ടൈമാണ്. ആദ്യകാലത്തെ ആപത്ത് നോക്കൂ നിങ്ങൾ. അപ്പോഴൊക്കെയാണ് കള്ള് ഹറാമാക്കാണ്ടായ കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമാണ് ഇതൊക്കെ. അങ്ങനെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് ദരിദ്രൻ തന്നെയായിരുന്നു. ആകെ വിവാഹത്തിനൊരു ചെലവ് കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ നടന്നില്ല സുഹൃത്തുക്കളെ. അവസാനമായി മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് വിവാഹത്തിന്റെ തൊട്ടടുത്ത ദിവസം വന്നപ്പോൾ നബി ചോദിച്ചു, മഹർ കൊടുക്കാൻ എന്തുണ്ട്? അലി പറഞ്ഞു, യുദ്ധത്തിൽ ധരിക്കുന്ന പടക്കുപ്പായമല്ലാതെ മറ്റൊന്നുമില്ല നബിയേ, ഞാൻ മിസ്കീനാണ്, ഞാൻ ഫക്കീറാണ്, യുദ്ധക്കുപ്പായമല്ലാതെ മറ്റൊന്നും എന്റെ കയ്യിലില്ലെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മഹർ കൊടുക്കാതെ പറ്റില്ല, അതുകൊണ്ടാ പടയങ്കി കൊടുക്കുക. അങ്ങനെ ചില റിപ്പോർട്ടിൽ പടയങ്കി തന്നെയാണ് മഹർ കൊടുത്തതെന്നും, അതല്ല പടയങ്കി വിറ്റുകൊണ്ട് 400 ദിർഹംസ് കിട്ടി. ആ ദിർഹംസ് കൊടുത്തുകൊണ്ട് ഫാത്തിമ ബീബിനെ നിക്കാഹ് ചെയ്യുന്നു മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്. മാത്രമല്ല ഫാത്തിമ ബീവിക്കന്ന് നല്ലൊരു വസ്ത്രം കൊടുക്കാൻ അലി എന്നവർക്ക് സാധിച്ചില്ല. തൽക്കാലം അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലും അതിനുള്ള വകയുണ്ടായില്ല. ഫാത്തിമ ബീവി മണവാട്ടിയായി ഇറങ്ങി, റസൂലുള്ളാഹിന്റെ വീട്ടിൽ നിന്ന് മണവാട്ടിയായി ഇറങ്ങി അലി ഇബ്നു അബീ ത്വാലിബിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ സിദ്ദീഖ് എന്നവർ പൊട്ടി കരഞ്ഞുപോയി. എന്താണ് കരയാനുള്ള കാരണം? നബിയേ, ഫാത്തിമ ധരിച്ച വസ്ത്രം ഒരു പുതുമണവാട്ടി ധരിക്കുന്ന വസ്ത്രമല്ല. സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ്, സ്വർഗ സ്ത്രീകളുടെ നേതാവാണ്, റാണിയാണ്. പക്ഷേ വിവാഹ ദിവസം ഒരു പുതുവസ്ത്രം, പരിപൂർണമായി പുതുവസ്ത്രം ധരിക്കാൻ പറ്റിയില്ല. ബീവി ധരിച്ച ഒരു വസ്ത്രം പഴയതായിരുന്നു. തലേന്ന് രാത്രി പോലും ഉറങ്ങുമ്പോൾ ധരിച്ച വസ്ത്രമാണ്. തലേന്ന് രാത്രി ഉറങ്ങുമ്പോൾ ധരിച്ചൊരു വസ്ത്രവും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോ സിദ്ദീഖ് പറഞ്ഞു, നബിയേ, ഒരു ദിവസം മുമ്പ് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എങ്ങനെങ്കിലും ഒരു വസ്ത്രം ഞാൻ സംഘടിപ്പിക്കുമായിരുന്നു. പക്ഷേ നബിക്ക് സങ്കടല്ല, ഫാത്തിമക്ക് സങ്കടല്ല, അലി നബി ത്വാലിബിന് സങ്കടല്ല. അവര് ദുനിയാവും ദാരിദ്ര്യവും കഷ്ടപ്പാടും അവര് വിലവെച്ചില്ല. പരീക്ഷണം നേരിടുന്ന ആളുകൾക്ക് അത് പ്രശ്നമേ അല്ല. ഇനി അലി നബി ത്വാലിബ് നോക്കൂ നിങ്ങൾ. ഈ ഒരൊറ്റ ചരിത്രം പോരെ. എന്തിന് ദാരിദ്ര്യം? പണല്ലാത്തതിന്റെ പേരിൽ ദുഃഖിക്കണെന്തിനാ? ഫക്കീറായതിന്റെ പേരിൽ ദുഃഖിക്കണെന്തിനാ? അള്ളാന്റെ റസൂല് ഫക്കീറാണ്. ഈ ലോകത്തോട് വിട പറയുമ്പോഴും നബി മിസ്കീനാണ്. അലി നബി ത്വാലിബ് മിസ്കീനാണ്. പിന്നെ നമുക്കെന്താണ്? സമ്പത്തില്ലാത്തതിന്റെ പേരിൽ എന്തിന് ഹറാമിന്റെ ബേക്കിൽ പോവണം? എന്തിന് പലിശന്റെ ബേക്കിൽ പോവണം? എന്തിന് ലോട്ടറി? എന്തിന് പേടിക്കണം? ഈ മഹാന്മാരൊക്കെ പോണ സ്വർഗത്തിലേക്ക് പോവാനാ നിങ്ങളെ പരിശ്രമമെങ്കിൽ നിങ്ങൾ ഭയപ്പെടണ്ട. അത്ര വലിയ മഹാന്റെ കഥയാണ്. ഇനി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കിടുകിടിലം കൊള്ളിക്കുന്ന ഒരു രംഗമുണ്ട്, ഖൈബർ യുദ്ധം. എല്ലാം അലി ഇബ്നു അബീ ത്വാലിബാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിവാഹശേഷവും ചുരുക്കി ഞാൻ പറയുകയാണ്, വിവാഹശേഷവും അദ്ദേഹം അനുഭവിച്ച പ്രയാസങ്ങൾ എത്രയാണ്. വിവാഹശേഷം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ വീട്ടിൽ ഭക്ഷണമില്ല. ഫാത്തിമ ബീവി വിശ്രമിക്കുകയാണ്. പ്രവാചകന്റെ ഓമന മകൾ വിശ്രമിക്കുകയാണ്. അലി ചോദിച്ചു, അല്ല ഫാത്തിമ, ഇന്ന് ചപ്പാത്തിയില്ലേ, ഇന്ന് ഭക്ഷണമില്ലേ? ഫാത്തിമ ബീവി പറഞ്ഞു, കൈ കാണിച്ചു കൊടുത്തു. എന്റെ കൈ നോക്കൂ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് സഹോദരങ്ങളെ, സഹീഹ് ബുഖാരിയാണ്. ഏതെങ്കിലും കഥ പറയുകയല്ല, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. കൈ കാണിച്ചു കൊടുത്തപ്പോ കൈ പൊട്ടിയിരിക്കുന്നു. ആസുങ്കല്ല് പിടിച്ച് തിരിച്ച് ഗോതമ്പരക്കാൻ വേണ്ടി കല്ല് പിടിച്ച് തിരിച്ച് കൈ പൊട്ടിയ അവസ്ഥയിലാണ്. അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. എങ്ങനെ കൈ പൊട്ടിയ? സാധാരണ ഒരു വീട്ടിലുള്ള അലി എന്നവർക്കും ഹസൻ ഹുസൈൻ എന്ന കുട്ടിയേക്കും വേണ്ടി അരച്ചാലൊന്നും കൈ പൊട്ടൂല. അതിനകത്തൊന്നും അരക്കാണ്ടാവില്ലല്ലോ. ചരിത്രകാരന്മാര് പറയുന്നത് ഫാത്തിമ ബീവിന്റെ കൈ തയമ്പ് വന്ന് പൊട്ടാനുള്ള കാരണം അലി എന്നവർ യുദ്ധരംഗത്തും അതുപോലെ ദീനീ പ്രവർത്തനത്തിലുമാണ്. വീട്ടിൽ വിഷമാണ്. അതുകൊണ്ട് ഫാത്തിമ ബീവി എന്ത് ചെയ്യും? അയൽ വീട്ടുകാര് ഗോതമ്പത്തിന്റെ സഞ്ചി കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും. ഫാത്തിമ ബീവി ആസുങ്കലിലിട്ടത് പൊടിച്ചു കൊടുക്കും. കൂലിപ്പണിയെടുക്കുകയാണ് പ്രവാചകന്റെ ഓമന മകൾ, ധീരനായ അലി പുലിയാരുടെ സഹധർമ്മിണി. അയൽവാസികൾക്ക് ഗോതമ്പ് ഇങ്ങനെ പൊടിച്ചു കൊടുത്താൽ അതിന് കൂലിയായി പൊടി കിട്ടും. ആ പൊടി കൊണ്ട് ചപ്പാത്തി ചുട്ടിട്ടാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബിന് ഭക്ഷണം കൊടുക്കുന്നത്. അഹ്ലു ബൈത്തിന്റെ നേതാക്കന്മാരായ ഹസൻ ഹുസൈൻ തങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്.
ഫാത്തിമ ബീവി പൊടിക്കാണ്. ഗോതമ്പ് അങ്ങനെ കുറെ സമയം ചാക്ക് കണക്കിന് ഗോതമ്പം കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ പൊടിച്ചു കൊടുത്താൽ കയ്യിന് മുറിവറ്റും. അവസാനം തയമ്പ് വന്ന് പൊട്ടി കല്ല് പിടിക്കാൻ പറ്റാതെ വന്നപ്പോ അലി നബി ത്വാലിബ് പറഞ്ഞു, നിന്റെ ഉപ്പാന്റെ അടുക്കൽ ഏതാനും അടിമ സ്ത്രീകൾ വന്നിട്ടുണ്ട് മോളെ, അതുകൊണ്ട് ഫാത്തിമ നീ അവിടെ നിന്ന് പോയി നോക്കണം. ഒരു അടിമപ്പെണ്ണിനെ കിട്ടിയാൽ തൽക്കാലത്തേക്ക് മുറി ഉണങ്ങുന്നത് വരെ ഈ തൊഴിലാ പെണ്ണ് ചെയ്തോളും, എന്നാൽ കുടുംബം പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകും. ഫാത്തിമ ബീബി റസൂലുള്ളാഹിനെ ഉപ്പാനെ അന്വേഷിച്ചു പോയി. പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടമായ മോളാണ്. ഫാത്തിമ ബീബി റസൂലുള്ളാഹിന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ റസൂലുള്ളാഹി ഉണ്ടായിരുന്നില്ല. ആയിഷ ബീവിയോട് കാര്യം പറഞ്ഞു. ഇളയമാനോട് പറഞ്ഞു, ഞാൻ വന്ന കാര്യം പറയണേ, എന്റെ കൈയിന്റെ വിഷയം പറയണം. കൈ പൊട്ടിയിട്ടാണുള്ളത്, ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല മക്കൾക്ക്, ഭർത്താവിന് ഭക്ഷണമില്ല. അല്ലാഹുവിന്റെ റസൂൽ വന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ആയിഷ ബീവി ഭർത്താവായ നബി തങ്ങളോട് പറഞ്ഞു, മകള് ഫാത്തിമ വന്നിരുന്നു, കൈ വളരെ കഷ്ടമാണ്. ഒരടിമപ്പെണ്ണുണ്ടെങ്കിൽ കൊടുക്കാനാണ് പറഞ്ഞത്. സത്യത്തിൽ അടിമപ്പെണ്ണുങ്ങൾ ഉണ്ട്, അവിടെ വന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ രാത്രി അതാ വീട്ടിലേക്ക് വരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് പറയാണ്, ഞാനും എന്റെ പ്രിയപ്പെട്ട ഫാത്തിമയും ഒരു പുതപ്പ് പുതച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല തണുപ്പുള്ള ഒരു രാത്രി, ഞങ്ങൾ കിടക്കുന്ന സമയം സഹധർമ്മിണിയുമായി കിടന്നുറങ്ങുന്ന ടൈം, ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ടേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ വന്ന ഉടനെ പറഞ്ഞു, കിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കരുത്, അവിടെ തന്നെ കിടക്കണം, നിങ്ങൾ അവിടെ തന്നെ കടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് കടന്നു വന്നു. ഞങ്ങൾ കിടക്കുന്നതിന്റെ നടുക്ക് വന്നിരുന്നു. അങ്ങനെ തന്നെ സ്നേഹം നോക്കണങ്ങൾ. എണീക്കാൻ സമ്മതിച്ചില്ല, അവിടെ കിടക്കൂ. ഭാര്യയും ഭർത്താവും തന്നെ പ്രിയപ്പെട്ട മകളും ഭർത്താവും കിടക്കുന്നതിന്റെ മധ്യത്തിൽ വന്നിരുന്നു. അള്ളാന്റെ റസൂല് കാലിങ്ങനെ വെച്ചിരുന്നപ്പോൾ അലി എന്നവർ പറയുന്നു, പ്രവാചകന്റെ ഒരു ഉള്ളം കാലി എന്റെ നെഞ്ചിൽ തട്ടിയപ്പോൾ വല്ലാത്ത തണുപ്പ് അനുഭവപ്പെട്ടു. ആ കാല് ഞാൻ എന്റെ നെഞ്ചിലേക്ക് ചേർത്തി വെച്ചു. മറ്റേ കാല് ഫാത്തിമ ബീവിയും തന്റെ നെഞ്ചിലേക്ക് ചേർത്തി വെച്ചു. അങ്ങനെ ഇരുന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, മോളെ ഫാത്തിമ, നീ വന്ന വിവരം ഉപ്പാക്കറിയാം മോളെ. കൈ നോക്കുമ്പോൾ കൈ മുറിവായിട്ടുണ്ട്, മക്കള് പട്ടിണിയാണ്. നിസ്കാരത്തിൽ പോലും നബി തങ്ങൾ ചുമന്ന് നിസ്കരിക്കുന്ന ഹസൻ ഹുസൈനാർക്ക് ഭക്ഷണം കൊടുക്കാനില്ല. അതൊക്കെ അറിയാവുന്ന ആരംഭ റസൂൽ പറഞ്ഞു, മോളെ ഫാത്തിമ, ഞാൻ നിനക്ക് ഖൈറായ ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ മോളെ. നീ എന്നോട് അടിമപ്പെണ്ണിനെ ചോദിച്ചു, ആ അടിമപ്പെണ്ണിനെ കിട്ടുന്നതിനേക്കാൾ ഏറ്റവും ഖൈറായ ഒരു കാര്യം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ? അലാ ഉഅല്ലിമുകുമാ ഖൈറൻ മിമ്മാ സഅൽതുമാനി, നിങ്ങൾ ചോദിച്ചതിനേക്കാൾ ഖൈറായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? ഉടനെ ഫാത്തിമ പറഞ്ഞു, അത് മതി നബിയെ, ഞാൻ സഹിച്ചോളും. എത്രയാണ് അവർ സഹിക്കുന്നത്, ഇനിയും സഹിക്കാം. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു അടിമപ്പെണ്ണിനെ തന്നുകൊണ്ട് ദുനിയാവിൽ നിങ്ങളെ സഹായിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഖൈറായ ഒരു കാര്യം, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് 34 വട്ടം സുബ്ഹാനല്ലാഹ്, 34 വട്ടം സുബ്ഹാനല്ലാഹ്, 33 വട്ടം അൽഹംദുലില്ലാഹ്, 33 വട്ടം അല്ലാഹു അക്ബർ. അപ്പം 100ആയി. ആദ്യത്തത് 34 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ. ഈ ദിക്ർ നിങ്ങൾ ഉറങ്ങുന്നതിന്റെ മുമ്പ് ചെല്ലണം. ചൊല്ലിക്കഴിഞ്ഞാൽ ഹുവ ഖൈറുൽ ലക്കും മിൻ ഖാദിമിൻ, ഞാനൊരു ഖാദിമിനെ തരുന്നതിനേക്കാൾ നിങ്ങൾക്ക് അതാണ് ഖൈറെന്ന് നബിയുനാ റസൂലുള്ളാഹി. കയ്യ് പൊട്ടി മുറിയായിട്ടും പട്ടിണി കിടന്നിട്ടും ഫാത്തിമയും അലിയും പറഞ്ഞു, ഞങ്ങൾക്കത് മതി, അതൊരു നിധിയാണ്. ഉറങ്ങാൻ കിടക്കുമ്പോ 34 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ. മറ്റൊരു റിപ്പോർട്ടിൽ ഒരു ആയത്തുൽ കുർസിയും എന്ന് കാണുന്നു. നോക്കൂ സഹോദരിമാരെ, നമുക്ക് ചൊല്ലിക്കൂടെ? അവരതാ സ്വീകരിച്ചത്. അടിമപ്പെണ്ണിനെ സഹായത്തിന് കിട്ടുന്നതിനേക്കാൾ അവർക്ക് താല്പര്യം അതിനോടായിരുന്നു. അപ്പൊ ദാരിദ്ര്യം നിങ്ങൾ പ്രശ്നമാക്കണ്ട. അലിയുടെ യുവത്വം കൈകാര്യം ചെയ്യുമ്പോൾ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങൾ. അവസാനമായി ഞാൻ ഖൈബർ യുദ്ധത്തിലേക്ക് വരികയാണ്. ജൂതന്മാര്, ഖൈബർ ജൂതരാഷ്ട്രമാണ്. ഇസ്ലാമിന്റെ ഏറ്റവും കഠിന ശത്രുക്കളായ ജൂതന്മാർ ഖൈബറിൽ. ഇസ്ലാമിന്റെ കഠിനമായ ശത്രുക്കൾ എന്നും അന്നും എന്നും എന്നും ഇസ്ലാമിന്റെ ശത്രുക്കളായ ജൂതന്മാർ, ക്രൂരമായി മുസ്ലിമീങ്ങളെ കൊന്നുകൊണ്ട് ആനന്ദം കണ്ടെത്തുന്ന ജൂതന്മാർ. ആ ജൂതന്മാർ ഇസ്ലാമിന് നേരെ വെല്ലുവിളി ഉയർത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ഖൈബറിലേക്ക് മാർച്ച് ചെയ്തു. ജൂതന്മാരുടെ നഗരിയിലെത്തി. സുബഹിന്റെ വഖത്താകുമ്പോൾ ഖൈബറിലേക്ക് കടക്കുകയാണ്. മുറഹിബ് ചക്രവർത്തി എന്ന ധിക്കാരിയാണ് ഭരണാധികാരി. വലിയ ധിക്കാരമുള്ള യുദ്ധരംഗത്തെ പരാക്രമിയാണ്. ഖൈബർ യുദ്ധത്തിലേക്ക് കടന്നു വന്നു. യുദ്ധത്തിന്റെ കോപ്പ് കൂട്ടുകയാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ ആദ്യമായി രണാങ്കണത്തിലേക്ക് പറഞ്ഞയച്ചു. സിദ്ദീഖ് കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പോയി യുദ്ധം ചെയ്തു.
ഖൈബറിൽ 10 കോട്ടകളാണ്. ശത്രുക്കളെ പിടികിട്ടുന്നില്ല. ശത്രുക്കൾ പെട്ടെന്ന് കോട്ടയുടെ ഉള്ളിലേക്ക് പോയാൽ പിന്നെ അവർ എയിലെ ഇറങ്ങി വരാന്നറിയില്ല. അങ്ങനെ 4 ഭാഗത്തും 10 കോട്ടകൾ. സിദ്ദീഖ് എന്നവരും അനുയായികളും യുദ്ധം ചെയ്തു. ഒരു വിജയം കിട്ടിയില്ല. മടങ്ങിപ്പോന്നു. വിജയം കിട്ടാതെ മടങ്ങിപ്പോന്നു. അപ്പോഴേക്കും നമ്മുടെ ഭക്ഷണങ്ങൾ തീരുകയാണ്. യുദ്ധരംഗത്ത് പ്രതിസന്ധിയാണ്. ദിവസങ്ങൾ നീളും തോറും യുദ്ധം പ്രശ്നമാണ്. പിറ്റേത്തെ ദിവസം അതാ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് എന്ന ധീരശൂരനായ ഉമറുൽ ഫാറൂഖിന്റെ നേതൃത്വത്തിൽ യുദ്ധത്തിന് പോയി. ഉമറുൽ ഫാറൂഖും ചുറുചുറുക്കുള്ള യുവാവാണ്. നല്ലപോലെ യുദ്ധം നയിച്ചു. പക്ഷേ 10 കോട്ടകൾ ഖൈബറിൽ. ജൂതന്മാര് തന്ത്രമുള്ളവരാണ്, പിടികിട്ടുന്നില്ല. അന്നും യുദ്ധം വിജയിച്ചില്ല. ഉമറുൽ ഫാറൂഖും തിരിച്ചു വന്നു. 2 വലിയ മഹാന്മാർ. 3-ാമത്തെ ദിവസം അൻസാരികളിൽപ്പെട്ട ഒരു പ്രമുഖനായ സഹാബിയുടെ നേതൃത്വത്തിൽ പറഞ്ഞയച്ചു. അൻസാരിയുടെ നേതൃത്വത്തിൽ പോയി യുദ്ധം ചെയ്തെങ്കിലും പറയത്തക്ക വിജയമില്ലാതെ തിരിച്ചു വന്നു. അപ്പോഴേക്കും ഭക്ഷണം തീരാൻ തുടങ്ങി, വെള്ളം തീരാൻ തുടങ്ങി. നബിയും സഹാബത്തും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഈ 3 മഹാന്മാരുടെ നേതൃത്വത്തിൽ യുദ്ധം നടന്നിട്ട് പറയത്തക്ക ഒരു വിജയമുണ്ടായില്ല. അന്ന് രാത്രി അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രസംഗം ചെയ്യുകയാണ്. നാളെ നേരം പുലർന്നാൽ ലഉതിയന്ന റായത ഗദൻ റജുലാ യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. നോക്കണം, നിങ്ങൾ വരാൻ പോകുന്ന കാര്യം തലേന്ന് രാത്രി പറയുന്നു ആദരവായ റസൂലുള്ളാഹ്. നാളെ നേരം പുലർന്നാൽ ഇസ്ലാമിന്റെ പതാക ഞാൻ ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുക്കും. ആ ചെറുപ്പക്കാരൻ ആരാണെന്നറിയുമോ? അള്ളാഹു ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനാണ്. അള്ളാന്റെ റസൂൽ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനാണ്. യഫ്തഹുല്ലാഹു ബിയദൈഹി. അദ്ദേഹത്തിന്റെ 2 കൈകളെ കൊണ്ട് നാളെ ഖൈബർ വിജയിക്കും. ഖൈബർ വിജയിക്കും. നബിയുനാ റസൂലുള്ളാഹി. ഇതുവരെ വിജയിക്കാത്ത ഖൈബർ നാളെ വിജയിക്കും. നാളെ ഖൈബറിന്റെ മുറ്റത്ത് ഇസ്ലാമിന്റെ പതാക പാറിപ്പറക്കും. ജൂതന്മാര് പരാജയപ്പെടും. അതിന് കാരണക്കാരൻ ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഞാൻ നാളെ പതാക നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്. സഹാബത്തൊക്കെ കാത്തിരുന്നു. നേരം വെളുപ്പിച്ചു. നേരം പുലരാൻ വേണ്ടി കാത്തിരുന്നു. ഓരോ ആളുകളും ആഗ്രഹിച്ചു, പടച്ചവരെ നാളെ പതാക എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ. അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാൻ, റസൂൽ ഇഷ്ടപ്പെട്ട മഹാൻ എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് പറയാണ്, മാ അഹ്ബബ്തുൽ ഇമാറത, മാ അഹ്ബബ്തുൽ ഇമാറത. ഞാൻ ഒരിക്കലും അധികാരം മോഹിച്ചിട്ടില്ല. അധികാരക്കൊതി എന്ന് പറയുന്നത് എനിക്കുണ്ടായിട്ടേ ഇല്ല. അന്നത്തെ ദിവസം ഒഴികെ. ഇല്ലാ ദാലിക്കൽ യൗമി. അന്നത്തെ ദിവസം ഒഴികെ. അന്ന് ഞാനും കരുതി ആ കൊടി എനിക്ക് കിട്ടിയെങ്കിൽ. എന്താ കാരണം? അള്ളാഹും റസൂലും പൊരുത്തപ്പെട്ട മഹാനാണ്. ഞാൻ അന്നാ കൊതിച്ചു പോയത് നാളത്തെ ആ നേതൃത്വം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. നേരം പുലരുവോളം കാത്തിരുന്നു. സുബഹിസ്കാരം കഴിഞ്ഞപ്പോ ജിജ്ഞാസയോടുകൂടെ ജനങ്ങൾ ഓടി വന്നു. ഓരോരുത്തരും മുമ്പോട്ട് വന്നു. ആരെ കയ്യിലാണ് പതാക കൊടുക്കുക? അല്ലാഹുവിന്റെ റസൂൽ പതാക എടുത്തു. പതാക എടുത്ത് മന്ദം പ്രവാചകൻ നടന്നു വരുമ്പോൾ സഹാബത്ത് ഇങ്ങനെ നിൽക്കുന്നു. പ്രവാചകൻ എന്നെ കാണട്ടെ, എനിക്ക് തരട്ടെ. എല്ലാം ധീരശൂരന്മാരാണ്. യുദ്ധരംഗത്തെ മുടിചൂടാമന്നന്മാരാണ്. ഓരോരുത്തരും ആഗ്രഹിച്ചു. പക്ഷേ നബി തങ്ങൾ പതാക ഉയർത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു, ഐന അലി ഇബ്നു അബീ ത്വാലിബ്. എന്റെ സഹോദരനും എന്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവും അറശിലെ പുലിക്കുട്ടിയുമായ അലി എവിടെ? അപ്പൊ അലി അവിടെ, ബാക്കി എല്ലാവരും അവിടെ. അപ്പൊ ആരോ പറഞ്ഞു, അലി എന്നവർക്ക് കണ്ണ് രോഗമാണ്. 2 കണ്ണുകൾക്കും രോഗം ബാധിച്ചിട്ടുണ്ട് നബിയേ. ശരിക്കും മുന്നിലേക്ക് നോക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥയാണ്. സൂര്യപ്രകാശം തീരെ തട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. രോഗിയാണ്, കണ്ണ് രോഗിയാണ്. കണ്ണ് കാണാതെ എങ്ങനെയാണ് യുദ്ധം നയിക്കുക? അതുകൊണ്ട് വേറെ ആർക്കെങ്കിലും എന്നർത്ഥത്തിലാണ് നബി പറഞ്ഞു, പറ്റില്ല. അലി എവിടെ? അലി വരട്ടെ. അലിനെ കൊണ്ടുവന്നു. ആരോ നിങ്ങളെ വിളിക്കുന്നുണ്ട് റസൂൽ. അലി എന്നവർ വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ പതാക നൽകുന്നത് അലി നിന്റെ കയ്യിലാണ്. നിന്റെ കൈ കൊണ്ട് ഖൈബർ വിജയിക്കും. ഖൈബറിന്റെ 10 കോട്ടയുടെ സെന്ററിൽ ഇസ്ലാമിന്റെ പതാക പാറിപ്പറപ്പിക്കും അലി നിന്റെ കൈകളെ കൊണ്ട്. നബിയുനാ റസൂലുള്ളാഹി. ഇത് കേട്ടപ്പോൾ അലി എന്നവർ പറഞ്ഞു,
ശരി നബിയെ, ഞാൻ തയ്യാറാണ്. പക്ഷേ എന്റെ കണ്ണിന് രോഗമാണ് നബിയേ, കണ്ണിന് രോഗമാണെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി ചേർത്ത് പിടിച്ചു. ഫബസഖ ഫീ ഐനൈഹി, രണ്ട് കണ്ണിലേക്കും പ്രവാചകൻ തുപ്പുനീര് തെറിപ്പിച്ചു. പ്രവാചകത്തിന്റെ അനുഗ്രഹത്തിന്റെ തുപ്പുനീര് കൊണ്ട് ഇങ്ങനെ രണ്ട് കണ്ണിലേക്കും ഇങ്ങനെ തുപ്പുനീര് തെറിപ്പിച്ച് ഊതിക്കൊടുത്തു. എന്നിട്ട് പ്രവാചകനൊന്ന് തടവിക്കൊടുത്തപ്പോൾ യാതൊരു അസുഖവുമില്ല എന്ന് മാത്രമല്ല, മരിക്കുന്നത് വരെ ബഹുമാനപ്പെട്ടവർക്ക് കണ്ണിന് രോഗം ബാധിച്ചിട്ടില്ല. ഒരു തലവേദന ഉണ്ടാവാറുണ്ട് മൂപ്പർക്ക് ഇടക്കിടക്ക്, പിന്നെ തലവേദന ഉണ്ടായിട്ടില്ല. കണ്ണ് തെളിഞ്ഞു, പതാക കയ്യിൽ കൊടുത്തു. മുന്നോട്ട് പോവുക, തിരിഞ്ഞു നോക്കരുത്. എന്താണ് ആ കടുപ്പം? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യുദ്ധം ചെയ്ത് വിജയിക്കാത്ത ജൂത കിങ്കരന്മാരുടെ മുമ്പിലേക്ക് ഒരു മനുഷ്യനാണ് പറഞ്ഞേക്കുക, അലി ഇംഷി, നടക്കൂ മുന്നോട്ട്, വലാ തൽതഫിത്, തിരിഞ്ഞു നോക്കരുത്. ഖൈബറിന്റെ 10 കോട്ടകൾ പിടിച്ചടക്കി ജൂതന്മാരെ കിടുകിടാ വറപ്പിച്ച് ഇസ്ലാമിന്റെ പതാക അവിടെ നാട്ടിയിട്ടല്ലാതെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ തൃപ്തിപ്പെട്ടു നബിയെ എന്ന് പറഞ്ഞ് പതാക വാങ്ങി ദുൽഫുഖാർ എന്ന് പറയുന്ന വാളെടുത്ത് ദുൽദുൽ എന്ന് പറയുന്ന കുതിരപ്പുറത്ത് കയറി ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി നബി ത്വാലിബ് മുന്നോട്ട് പോയി. ഏതുവരെ യുദ്ധം ചെയ്യണം അത് ചോദിക്കാൻ വിട്ടുപോയി. അദ്ദേഹം കുതിരയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ ചോദിച്ചു, തിരിഞ്ഞു നോക്കരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിഞ്ഞു നോക്കാതെ ചോദിച്ചു, എത്ര വരെ യുദ്ധം ചെയ്യണം? ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ മന്ത്രധ്വനി ഉച്ചരിക്കുന്നത് വരെ, അല്ലെങ്കിൽ അവർ കീഴടങ്ങണം, അതുവരെ പടവട്ടണം. അലി എന്നവർ ഖൈബറിന്റെ രണാങ്കണത്തെ, ഖൈബറിന്റെ 10 കോട്ടകളുടെ സന്തറിലെ നടുമുറ്റത്തെ കിടുകിടാ വറപ്പിച്ചുകൊണ്ട് അലി എന്നവർ അങ്ങോട്ട് കയറിച്ചെന്നു. തന്റെ കുതിരയൊന്നോ ഓടിച്ചു, പതാക പിടിച്ചുകൊണ്ടൊന്ന് ഓടി. ഒരുപാട് ഭടന്മാരുണ്ടായിരുന്നു. അലി എന്നവരിങ്ങനെ ഓടുന്നത് കണ്ടപ്പോ ഒരു ചെറുപ്പക്കാരൻ, അലി എന്നവരുടെ പ്രകൃതി തന്നെ പറയുന്നുണ്ട്, അലി എന്നവരുടെ ശാരീരിക പ്രകൃതി എങ്ങനെയായിരുന്നു എന്നറിയാമോ? ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നല്ല രക്തവർണ്ണമുള്ള ആളാണ്, റോസാപ്പൂവിന്റെ നിറമാണ്, സുന്ദരനാണ്. അദീമൽ ഐനൈൻ, വലിയ കണ്ണുകളുള്ള ആളാണ്. അലി എന്നവർ അല്പം വലിയ കണ്ണ്, അതൊരു സൗന്ദര്യമാണ്. വലിയ കണ്ണ്, ഹൂർലീങ്ങൾക്കൊക്കെ വലിയ കണ്ണുകളാണ്. വലിയ കണ്ണുള്ള മഹാനാണ്, നല്ല രക്തവർണ്ണമുള്ള ആളാണ്. അക്റബുൽ കസ്രി, ഉയരം കുറഞ്ഞ മനുഷ്യനാണ്. സാധാരണ പൊക്കല്ല, സാധാരണക്കാരുടെ പൊക്കത്ത് അല്പം ഉയരം കുറവാണ്. കുറച്ച് വയറുണ്ട്, വലിയ കുമ്പയല്ല, എന്നാലും സാധാരണയിൽ കവിഞ്ഞ അല്പം വയറുള്ള ആളാണ്. കസീറ ശൈരി, ശരീരത്തിൽ നിറയെ രോമങ്ങളുള്ള മുടിയുള്ള മനുഷ്യനാണ്. അരീദൽ ലിഹയത്തി, നല്ല വീതിയുള്ള താടി, വീതിയുള്ള താടിയുള്ള ആളാണ്. അസ്ല, കഷണ്ടി തലയാണ്. ഹസനൽ വജി, അതിസുന്ദരനാണ്. കഅന്നഹു ഖമറുൻ ബദ്രിയുൻ, 14ാം രാവിന്റെ പൂർണ്ണ ചന്ദ്രനെ പോലെ സൗന്ദര്യം. നല്ല നിറം, നല്ല സൗന്ദര്യം, ശരീരത്തിൽ നിറയെ രോമങ്ങളുള്ള, ഉയരം കുറഞ്ഞ, അല്പം വയറുള്ള, കഷണ്ടി തലയുള്ള സുന്ദരനായ ചെറുപ്പക്കാരൻ അലി റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് കുതിരപ്പുറത്ത് ഇങ്ങനെ രണാങ്കണത്തിലൊന്നിങ്ങനെ ഓടിയപ്പോ ഒരുപാട് ജൂതന്മാര്, പേര് കേട്ട സ്റ്റാറുകളുള്ള ജൂതന്മാരുണ്ടായിരുന്നു. ഒരൊറ്റ മനുഷ്യനെ കണ്ടപ്പോ എന്തോ ഒരു പറക്കല്. അള്ളാനെ പേടിച്ച ആളുകളെ മറ്റുള്ളവർ പേടിക്കും. ജൂതന്മാരിങ്ങനെ ബേക്കോട്ട് പോയി തടഞ്ഞു പോകലോ ഒരു മനുഷ്യനെ കണ്ടു. അപ്പൊ ജൂത രാഷ്ട്രത്തിന്റെ അധിപൻ മുറഹിബ് ചക്രവർത്തി, അയാൾ ഒരുപാട് യുദ്ധത്തിൽ പങ്കെടുത്ത മെഡലുകളുള്ള ആളാണ്. അയാൾ തന്റെ മട്ടുപ്പാവെന്ന് നോക്കുമ്പോൾ താൻ ശമ്പളം കൊടുക്കുന്ന, ഭക്ഷണം കൊടുക്കുന്ന പട്ടാളക്കാര് ബേക്കോട്ട് പറഞ്ഞ അയാൾ പെട്ടെന്ന് പുറത്തിറങ്ങി. എന്നിട്ട് ബേക്കോട്ട് വരുന്ന ആളുകളെ ബേക്കെന്ന് അങ്ങനെ കൊടുത്തു അടി. ഉപ്പും ചോറും തിന്നിട്ട് ഒരൊറ്റ മനുഷ്യനെ കണ്ടിട്ട് ബേക്കോട്ട് പോകുന്ന ഭീരുക്ക, എല്ലാവരും വാള് ഉറയിലിട്ട് കേറിപ്പോടാ, എന്റെ രാജ്യം രക്ഷിക്കാൻ ഞാൻ മതി, മുഹമ്മദിന്റെ ആളുകളെ തകർക്കാൻ ഞാൻ ഒറ്റക്ക് മതി. എന്നിട്ട് ഇവരോട് വാളുറയിലിടാൻ പറഞ്ഞു. മുറഹിബ് ചക്രവർത്തി ഒറ്റക്ക് പടച്ചട്ടയണിഞ്ഞ് രണാങ്കണത്തിലേക്ക് പോകുമ്പോ അമ്മ പറഞ്ഞു, തന്റെ മാതാവ് പറഞ്ഞു, മോനെ ആരാന്ന് രണാങ്കണത്തിൽ ആ കിടുകിടാ വറപ്പിക്കുന്ന ആള്? എനിക്ക് തോന്നുന്നത് ഉയരം കുറഞ്ഞൊരു മനുഷ്യൻ, അലി എന്നാവണം അദ്ദേഹത്തിന്റെ പേര്. നിന്റെ ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, മുമ്പ് ജ്യോത്സ്യന്മാർ പറഞ്ഞിട്ടുണ്ട് നിന്റെ മരണം അലിയുടെ കൈകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ മോൻ പോണ്ടാന്ന്. ജാതകം ജ്യോത്സ്യന്മാർ പ്രവചിച്ചു അലിയാണ്. മുറഹിബ് ചക്രവർത്തി അങ്ങോട്ട് ഓടിച്ചെന്നു. എന്നിട്ട് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ കുതിരക്കളി നടത്തി, കുതിരകളുടെ പുറത്ത് കയറി അഭ്യാസം കളിച്ചു, വാള് ചുഴറ്റി ചോദിച്ചു, നീ ആരാണ്? അന അലി. അലിയോ? മൂപ്പർക്ക് എന്തായാലും ഒരു പറക്കല്, ഇതുവരെ ഇല്ലാത്തൊരവസ്ഥ. മൂപ്പര് തിരിച്ചു പോകുന്ന എല്ലാം പോകുന്നു. മറ്റേ തിരിച്ചു പോകുന്ന ആളുകളെ അടിച്ച ആളിപ്പോ മൂപ്പര് ബേക്കോട്ട്.
മൂപ്പര് വേഗം ആരാധനാ മുറിയിൽ കയറി. ഒരുപാട് ദൈവങ്ങൾ അതിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചു, ദൈവങ്ങളെ മാനം കെടുക്കരുത്. ഞാൻ ഒരുപാട് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നോട് യുദ്ധം ചെയ്ത ഒരൊറ്റ കുട്ടിയും ഇന്ന് ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല. ഞാൻ അവരെ കഷ്ടമായി നുറുക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ഉയരം കുറഞ്ഞ ഒരു അലി, ഒരിക്കലും ഇല്ലാത്തൊരു വിറയൽ എനിക്കുണ്ടായിട്ടുണ്ട്. എന്നെ സഹായിക്കണം. പെട്ടെന്ന് വിഗ്രഹത്തിന്റെ പിന്നിൽ ഒരു അശരീരി, ഞാൻ നിന്റെ കൂടെ ഉണ്ടടാ, ഒരിക്കലും നീ പരാജയപ്പെടില്ല. ശൈത്താനാണ്. ശൈത്താൻ ആവശ്യമുള്ള സമയത്ത് പ്രവചനം നടത്തും. ഇയാള് മനസ്സിലാക്കി ദൈവികമായ സന്ദേശമാണ്. ഒരു അശരീരി, ഞാൻ നിങ്ങൾ അയൽവാസിയാകുമ്പോ, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമ്പോ നിന്നെ പരാജയപ്പെടുത്താൻ ഇന്ന ഉലകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. പോ മുന്നോട്ട്. അയാൾക്ക് ധൈര്യമായി. ചരിത്രം പറയുന്നത് അങ്ങനെ ഇവൻ 2 തലപ്പാവ്, ഒന്നല്ല ഒരു പടത്തൊപ്പി, അതിന്റെ മോളെ വലിയ തലപ്പാവ് 2 കെട്ടിയതാണ്. പേടിയുണ്ട്. 2 പടയെങ്കിൽ, ഒരു യുദ്ധക്കുപ്പായത്തിന്റെ മോളെ 2 യുദ്ധക്കുപ്പായം. അങ്ങനെ അങ്ങോട്ട് ധരിച്ചിട്ടൊരു പ്രമുഖനായി ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അലി നീ ഒരു ചെറുപ്പക്കാരനാണ്, മാത്രമല്ല അതിസുന്ദരനാണ്, വിവാഹെല്ലാം കഴിച്ച് നല്ല മധുവിധം ആഘോഷിക്കേണ്ട ടൈമാണ്. ഇപ്പൊ തന്നെ യുദ്ധത്തിന് വരണോ? എന്നോട് യുദ്ധം ചെയ്ത ഒരാളും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ല. അതുകൊണ്ട് എന്നെ മോൻ തിരിച്ചു പോയിക്കോ. അലി എന്നവർ പറഞ്ഞു, എടോ ഞാൻ നിന്റെ പ്രസംഗം കേൾക്കാൻ വന്നതല്ല, ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാൻ വന്നതാ. ആണത്തമുണ്ടെങ്കിൽ യുദ്ധത്തിന് തയ്യാറായിക്കോ. ഇത് കേട്ടപ്പോ മുറാഹിബിന് പിന്നെ വേക്കോട്ട് പോകാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു, എന്നെ പറ്റി നീ അറിയാത്തത് കൊണ്ടാണ്. എന്തിനാ നല്ലൊരു യുവത്വം വെറുതെ കളയുന്നത്? മുറാഹിബിന്റെ കവിതയാണ്. എന്താ മുറാഹിബ് പാടിയത്? ഖൈബറിന്റെ മണൽത്തരികളോട് ചോദിക്കൂ അലി, ഖൈബറിന്റെ മണൽത്തരികൾ വിളിച്ചു പറയും മുറാഹിബ് 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 യുദ്ധശാലിയാണ്. ഖൈബറിന്റെ വായുമണ്ഡലത്തോട് ചോദിക്കൂ, ഖൈബറിന്റെ വായുമണ്ഡലം വിളിച്ചു പറയും മുറാഹിബ് യുദ്ധശാലിയാണ്. ഖൈബറിന്റെ മണൽത്തരി കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത്, മണൽത്തരികളെയും അന്തരീക്ഷത്തെയും കിടുകിടിലം കൊള്ളിക്കുന്ന സമയത്ത് തിളങ്ങുന്ന താരമാണടാ അലി ഞാൻ. ഇത് കേട്ടാ പേടിച്ചു. അലി എന്നവർ, അതേ നാണയത്തിൽ അലി എന്നവർ വലിയ കവിയാണ്, പണ്ഡിതനാണ്. അതൊന്നും ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് അലി റളിയല്ലാഹു തആല ഉടനെ പാടി, വായുമണ്ഡലങ്ങൾക്കും മണൽത്തരികൾക്കും നിന്നെ പ്രസിദ്ധനാണെങ്കിൽ എന്നെ പറ്റി അറിഞ്ഞോളൂ. അനല്ലദീ സമ്മതിനി ഉമ്മി ഹൈദറ കല്ലൈസി വാബാതിൻ കരീഹിൽ മല്ലറ അഖീലുകും ബിസൈഫി കൈല സന്ദറ. അതേ ശൈലിയിൽ അനല്ലദീ ഞാൻ ഒരുത്തനാണ്, സമ്മത്തിനി ഉമ്മി ഹൈദറ എന്റെ ഉമ്മ എനിക്ക് പുലിക്കുട്ടി എന്നാണ് പേരിട്ടത്. അലി എന്നവർ ജനിച്ചപ്പോ ആദ്യത്തെ പേര് ഹൈദർ എന്നാണ്. പുലിക്കുട്ടി, പുലിയെ നേടാൻ ഞാൻ. എങ്ങനത്തെ പുലിയാണ്? വിജനമായ കുറ്റിക്കാടുകളിൽ തന്റെ മക്കൾക്ക് അഭയം നൽകി ഇരകളെ കാത്ത് പതുങ്ങി നിൽക്കുന്ന ചീറ്റപ്പുലിയാണ് ഞാൻ. മാത്രമല്ല സന്തറത്ത് എന്ന് പറയുന്ന ചീറ്റപ്പുലി കടിച്ചു കീറും പോലെ കീറും ഞാൻ നിന്നെ. അല്ലെങ്കിൽ സന്തറത്ത് എന്ന് പറയുന്ന പെണ്ണ് അളന്നു മുറിക്കുന്നത് പോലെ അളക്കും ഞാൻ നിന്നെ. ഞാൻ വെട്ടിക്കഴിഞ്ഞ 2 പീസ് ഒരേ മാതിരിയായിരിക്കും. ഇങ്ങോട്ട് കേട്ടപ്പോ മുറാഹിബിന് സഹിച്ചില്ല. രണ്ടാളും വാൾ പ്രയോഗം നടത്തി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടെ പ്രാർത്ഥനയിലാണ്. 3 ദിവസമായി നടക്കാത്ത യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന രംഗമാണ്. ശത്രുഭാഗത്ത് നിന്ന് ബാൻഡ് വാദ്യങ്ങൾ മുഴക്കി മുറാഹിബിന് ആവേശം നൽകുന്നു. ആ ഖൈബറിന്റെ മണൽത്തരികളെ കിടുകിടിലം കൊള്ളിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലേക്ക് പൊടിപടലങ്ങൾ പറന്നുയർന്ന് വാള് മിന്നുന്ന ശബ്ദം, ഇരുമ്പും കൂട്ടിയടിക്കുന്ന ശബ്ദം, ഇടിമിന്നൽ പോലെ പ്രകാശിക്കുന്ന വാൾ, ഇതല്ലാത്ത മറ്റൊന്നും കാണാൻ പറ്റില്ല. ആ യുദ്ധം ആരാണ് അലി, ആരാണ് മുറാഹിബ് എന്നൊന്നും തിരിയുന്നില്ല. അവസാനം അലി എന്നവരെ ശക്തമായി മുറാഹിബ് വെട്ടിയപ്പോൾ അത് പരിചയിൽ കൊണ്ട് പരിച പൊട്ടിപ്പോയി. തടുക്കാനുള്ള പരിച പൊട്ടി. ആ പരിച പൊട്ടിയപ്പോ മുറാഹിബ് തട്ടഹസിച്ച് ചിരിച്ചു. നീയാണോ വിറപ്പിക്കാൻ വന്നവൻ? ഇനി വെട്ടിയാൽ തടുക്കാനുള്ള ആയുധമില്ല. അലി എന്നവർ ബേക്കോട്ട് പോവാതെ ഒരു ഭാഗത്തേക്ക് തന്റെ കുതിരയെ അടുപ്പിച്ച് ഒരു ഇരുമ്പിന്റെ ഗേറ്റ് ഉണ്ടായിരുന്നു. 70 ആളുകൾ പൊക്കി വെക്കാൻ മാത്രം ഗേറ്റ് വലിപ്പമുള്ള ഒരു ഇരുമ്പിന്റെ വാതിൽ, കോട്ടയുടെ വാതിൽ. ആ വാതിലിന്റെ പിടിപിടിച്ച് ഒന്ന് ഇളക്കിയെടുത്തു. എന്നിട്ട് വിരലിൽ ഇങ്ങനെ വട്ടം കറക്കി. 70 ആളുകൾക്ക് പിടിച്ചാൽ പൊങ്ങാത്ത ഒരു ഗേറ്റ് ഇങ്ങനെ കറക്കുമ്പോൾ മുറാഹിബിന് പിന്നെ വാള് പ്രയോഗിക്കേണ്ട യാതൊരു ആഗ്രഹമില്ല. അത് കൈകൊണ്ട് പിടിച്ചെടുത്ത് ഇടങ്കൈയിലേക്ക് മാറ്റി തന്റെ വാളെടുത്ത് മുറാഹിബിന്റെ നേരെ ചെന്ന് അലി റളിയല്ലാഹു തആല ബിസ്മി കൂട്ടി കൊടുത്തു. 2 കഷ്ണമായി.
പിൽക്കാലത്ത് ചരിത്രകാരന്മാർ പറയുന്നു, തൂക്കി നോക്കുമ്പോൾ 2 കഷ്ണം ഒരേ വെയിറ്റ് ആയിരുന്നു. ആ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ്, ധീരശൂരനായ പരാക്രമി, അവസാനം ഭരണം നടത്തി ഇസ്ലാമിന്റെ 4ാം ഖലീഫയായി. ശത്രുവിന്റെ കുത്തേറ്റ്, ഒരു 5 മിനിറ്റ് വൈകും, നിങ്ങൾ ക്ഷമിക്കണം. ശത്രുവിന്റെ കുത്തേറ്റ് വയറ് കീറി, ആന്തരിക അവയവത്തിന് മുറിവ് പറ്റി. തന്റെ ഭരണകാലത്ത് ഭരണാധികാരിയായിരിക്കെ മിഹ്റാബിൽ വീണു. അദ്ദേഹം കണ്ണടച്ചു. സഹാബത്തൊന്ന് കണ്ണു തുറക്കുന്നത് കാത്തിരുന്നു. ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത മഹാൻ, വലിയ സാഹിത്യകാരൻ, വലിയ പണ്ഡിതൻ, പ്രവാചകന്റെ സന്തത സഹചാരി, ഫാത്തിമയുടെ ഓമന ഭർത്താവ്, ഹസൻ ഹുസൈനാരുടെ ഉപ്പ. ആ ഉപ്പ കണ്ണു തുറക്കുന്നത് കാത്തിരുന്നു. അവസാനമായി ആന്തരിക അവയവങ്ങൾ വരെ കുത്തിപ്പിളർന്ന രൂപത്തിൽ കിടക്കുന്ന അലി കണ്ണു തുറന്നു പുഞ്ചിരിച്ചു. മർഹബൻ മർഹബൻ മർഹബ, 3 പ്രാവശ്യം മർഹബ പറഞ്ഞു. സഹാബത്ത് പൊട്ടിക്കരഞ്ഞു ചോദിച്ചു, ഈ ഘട്ടത്തിൽ നിങ്ങൾ ആർക്കാണ് സ്വാഗതം, മർഹബൻ സ്വാഗതം എന്ന് പറയുന്നത്? അലി പറഞ്ഞു, അതാ റസൂലുള്ള വന്നിരിക്കുന്നു എന്നെ കൊണ്ടുപോവാൻ. എന്റെ കണ്ടുകൊണ്ട് ഞാൻ റസൂലുള്ളാഹിനെ കാണുന്നു. സഹാബത്ത് നോക്കി, അവരാരും കാണുന്നില്ല. റസൂലുള്ള വന്നു, റൂഹ് വരുന്നു. ഇഷ്ടപ്പെട്ട ആളുകൾ മരിക്കുന്ന സമയത്ത് മരിച്ചുപോയ മഹാന്മാരെ ഹാജരാവുകയാണ്. അതാ റസൂലുള്ളാഹിനെ കണ്ടപ്പോ ഞാൻ മർഹബ പറഞ്ഞു, നബിയെ ഞാനിതാ വരുന്നു അങ്ങയുടെ അടുക്കലേക്ക്. തൊട്ടടുത്ത് നിൽക്കുന്നു ഹിജ്റാങ്കണത്തിൽ ഷഹീദായ ഹംസത്തുൽ കറാർ, എന്റെ പിതൃവ്യനായ ഹംസ വിൽക്കുന്നു. അദ്ദേഹത്തിനാണ് 2ാമത്തെ മർഹബ. 3ാമതായി എന്റെ തൊട്ട് പിറകെ നിൽക്കുന്നത് ആരാണ്? ജഅഫർ ഇബ്നു അബീ ത്വാലിബ്, എന്റെ സഹോദരനാണ്. മൂത്തത്തെ രണാങ്കണത്തിൽ ഷഹീദായ മഹാനാണ്. വലങ്കൈ മുറിഞ്ഞപ്പോൾ ഇടങ്കൈയിലേക്ക് പതാക മാറ്റി, അതും മുറിഞ്ഞപ്പോൾ കക്ഷത്തിൽ പതാക പിടിച്ച് യുദ്ധം ചെയ്ത എന്റെ സ്നേഹിതൻ, എന്റെ സഹോദരൻ, എന്റെ ഉമ്മ വെറ്റ മകൻ. ഞങ്ങൾ 2 ആളും അലി ഇബ്നു അബീ ത്വാലിബ്, അബൂ താലിബിന്റെ മക്കളാണ്. ജഅഫർ, റസൂലുള്ള നിൽക്കുന്നു, തൊട്ടു ബേക്കിൽ ഹംസ, അതിന്റെ ബേക്കിൽ ജഅഫർ. ആ 3 ആളുകൾക്കാണ് മർഹബ പറഞ്ഞത്. കഴിഞ്ഞില്ല, അതിന്റെയും ബേക്കിൽ ഒരു മണവാട്ടിയുണ്ട്, എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ. കണ്ടു കൊതി തീരുന്നതിന്റെ മുമ്പ്, ചെറിയ പ്രായത്തിൽ 10-35 വയസ്സിൽ അള്ളാഹുന്റെ റസൂല് മരിച്ച വേദന തീരുന്നതിന് മുമ്പ് 6 മാസത്തിന്റെ ഉള്ളിലായി ഫാത്തിമയും മരിച്ചുപോയി. ഫാത്തിമ ഏതാ നിൽക്കുന്നു. ഫാത്തിമാന്റെ കൂടെ ഹൂർലീങ്ങളുണ്ട്, നല്ല വസ്ത്രം ധരിച്ച്, നക്ഷത്രങ്ങളെ കൂട്ടത്തിലെ 14ാം രാവ് പോലെ ഹൂർലീങ്ങളെ കൂട്ടത്തിൽ 14ാം രാവ്. ആകാശത്തിന്റെ കവാടങ്ങളെല്ലാം എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. മലായികത്തുകൾ കൂട്ടം കൂട്ടമായി വരുന്നു. ഓരോ മലക്കളും എന്നോട് സലാം പറഞ്ഞ് തിരിച്ചു പോകുന്നു. മാതൃകാ യൗവനം എന്ന വിഷയം തൽക്കാലം ചുരുങ്ങിയ രൂപത്തിൽ ഇവിടെ പൂർത്തീകരിക്കുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.